രണകവിയും നഴലാഴിയാഴുമിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേക്കിയണഞ്ഞിരുന്നു നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയത് പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുന്നു. ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ടു കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ. ചൈതന്യം പൂണ്ടുമപ്രീതിയിലപജയമുണ്ടാക്കിയും നിൽക്കയാലോ ഏതിന്നും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ കൈതൊഴും. ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. നാലുപദ്രവമൊരുത്തനുമൊന്നുകൊണ്ടും എന്നാലുമേൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി
ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗത്സ്വരൂപ. ഏതാകിലും മമ ഫലേച്ഛപ്പെടാതെ നിത്യം ഗീതാവചസ്സുകളിലെൻ്റെ മനസ്സു മുങ്ങി ജാതാദരം സകല കർമ്മവുമാചരിപ്പാൻ ഭൂതാദിനാഥ മതിയിൽ സ്ഥിതി ചെയ്യണം നീ. ആദിചിന്തകളാൽ നീന്തിടുമന്തരംഗമേകാഗ്രമാക്കി അലയെത്തെഴുമാഴി പോലെ ശോകപ്രണാശി ഭജനം വിജനത്തിലിന്നും ആകാനെനിക്കു തരമെന്നിനി വന്നിടുന്നു. ഈ വാസനാനദിയിലെൻ മതി വഞ്ചിതെറ്റി പോകാതെ നല്ല വഴിയിൽ കരപറ്റിടാനും ദേവാദിദേവ ദശതൻ ദുരിതം കെടാനും സേവാമൃതം ഹൃദിയുദിച്ചുയരുന്നതെന്നാം. ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ചന്തമേറിയ പൂവിലും സബലാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടി ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടി ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽക്കടനാഭി കൊണ്ടു മൃഗം കണക്കനുമേയമായി ദൂരമാകിലുമാത്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. ശാശ്വത ശുഭാവഹ കാലകാലകമനീയ കാമുക കലാകലാപകലിതാ കഥാ കുംഭികുംഭകുച കുംഭകുംഭമരിശുംഭി ശംഭു ശുഭ സംഭവ ജിംഭി ജംഭരിദു ജിംബളസ്തനിശീര്യമാണ ചരണാംബുജ ബിംബകുംഭി മുഖ ബാഹുലേയ സദന്തകാ വിദുര പങ്കക ഡാംബികാസുരനികുംഭ സുംഭമദിനീ തനോതു ശിവമംബിക. അണികരമേകി അണിഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെന്റെ ദൈവമല്ലോ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സന്നിധി യോഗം 62 നമ്പർ തൃക്കോതമംഗലം ശാഖയിലെ
34ാമത് പ്രതിഷ്ഠാ വാർഷികവും 42ാമത് ശ്രീനാരായണ ദർശനോത്സവം നടക്കുന്ന രണ്ടാം ദിവസത്തെ ഇന്നത്തെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാനായ ശാഖയുടെ പ്രസിഡന്റ് ഷാജിച്ചേട്ടൻ, ഇവിടെ നിന്ന് സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയങ്കരനായ ശാഖയുടെ സെക്രട്ടറി ശ്രീ പി കെ മുരളി അവർകൾ, ഇന്ന് നമുക്കിവിടെ ഗുരു കാരുണ്യത്തിന്റെ ദിവ്യരൂപമം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്ന ഏറെ ആദരണീയായ സുലേഖ ടീച്ചർ, എൻഡോമെന്റ് വിതരണം നടത്തുന്ന ശ്രീ ആർ മോഹൻ അവർകൾ, ഷയുടെ കമ്മിറ്റി അംഗം ഇവിടെ കൃതജ്ഞത പറയുന്ന ശ്രീ കെ പി രാജൻ അവർകൾ, കൂടിയായ യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീ ലതാകുമാരി സലിമോൻ അവർകൾ, പ്രിയങ്കരായ ശാഖയുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ, യൂത്ത് പ്രവർത്തകർ, കുടുംബ യൂണിറ്റിന്റെ പ്രവർത്തകർ, മറ്റ് കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണത്തിൽ ഒരുങ്ങുന്നില്ല. കാരണം അങ്ങ് പൂത്തോട്ടയിൽ നിന്ന് സുലേഖ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. എന്നെ നിങ്ങൾ ധാരാളം കേൾക്കുന്നതാണ്. ഇനി ദർശനോത്സവം തൃക്കോതമംഗലം ശാഖയെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശാഖയാണ് തൃക്കോതമംഗലം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഇപ്പം മുരളിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചങ്ങനാശ്ശേരി യൂണിയനിൽ 11 ശാഖകളാണ് ഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശാഖകൾ. 11 ശാഖകളും. അത് 10 പൂർണ്ണമായും 1 ഭാഗികമായും എന്ന് പറയാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് നാഗമ്പടത്തെ സേവിക്കാൻ ഒരു അവസരം കിട്ടിയ, ഒരു ഭാഗ്യം സിദ്ധിച്ച നിമിഷമാണ്. അതെന്റെ ജീവിതത്തിലെ എൻ്റെ ധാർമ്മികമായ കർമ്മങ്ങളുടെ, പ്രത്യേകിച്ച് ഗുരുവിന്റെ ദർശന സുഹൃതത്തെ അല്പാൽപമായി അറിയാവുന്നതിനെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ഗുരു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത്. ഒരു തുടങ്ങിയ ശാഖയാണ്. SNDP യോഗത്തിന്റെ ഉത്ഭവം 1903 അന്ന് അരുവിപ്പുറമാണ് നമ്മൾ പറയുന്നതെങ്കിലും 1 മുതൽ 108 വരെയുള്ള ശാഖകൾക്ക് 1928 ഗുരുതൃപാദങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നാഗമ്പടത്തെ തേന്മാവിൻ ചൂട്ടിൽ വെച്ചാണ്. നമ്മളൊക്കെ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവരാണ്. ലോകമറിയപ്പെടുന്ന ശിവഗിരി എന്ന പുണ്യഭൂമിയെ ജനലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്ന ആ ആത്മീയ സ്ഥിരാകേന്ദ്രത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അതിന്റെ ജീവൻ തുടിക്കുന്നത് നാഗമ്പടത്താണ്. കാരണം ഈ നാഗമ്പടത്തിന്റെ മണ്ണിൽ വെച്ചാണ് കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും മൂലൂർ പത്മനാഭ പണിക്കരുടെ ആശയവുമായി ഗുരുവിന്റെ സവിധത്തിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഗുരു തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. 1928 ജനുവരി 16 തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ച് ഈ ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനുള്ള അഷ്ടവിഷയങ്ങൾ അരുൾ ചെയ്തുകൊണ്ട് ഗുരു കൽപ്പിച്ച തീർത്ഥാടനം ഇന്ന് ലോക പ്രശസ്തമായെങ്കിൽ അതിന്റെ ജീവൻ തുടിക്കുന്നത് നാഗമ്പടത്തെ തേന്മാവിൻ ചുവട്ടിൽ നിന്നാണ് അനുമതി കൊടുത്തത്. മറ്റൊന്നുകൂടി, ഇവിടെ നാഗമ്പടത്തിന്റെ പ്രതിഷ്ഠ, അതിന്റെ പൂർണ്ണമായ ചരിത്ര സത്യത്തിൽ ഇപ്പോഴാണ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാഗമ്പടത്തെ പ്രതിഷ്ഠ 113 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. 113ാമത് തിരുവുത്സവമായിരുന്നു ഇത്. 113 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിച്ചതോ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ അനന്തരഗാമിയായി വാഴിച്ച അനന്തരഗാമി ബോധാനന്ദ സ്വാമികളാണ്. ആ ബോധാനന്ദ സ്വാമിയാൽ പ്രതിഷ്ഠിതമായതാണ് നാഗമ്പടം ഗുരുവിന്റെ സാന്നിധ്യത്തിൽ. ഇനിയുമുണ്ട് ചരിത്രം. മഹാകവി കുമാരനാശാൻ, SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരനാശാൻ പല്ലനിയാറ്റിന്റെ അഗാധഘട്ടത്തിലേക്ക് കണ്ടുപോയി അവിടെ നമ്മളിൽ നിന്ന് വേർപെട്ടപ്പോൾ ആ യാത്ര, റെഡിമർ ബോട്ടപകടം എന്ന ആ യാത്ര, ഇവിടെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കവികുമാര മന്ദിരം എന്ന് പറയുന്ന ഒരു മന്ദിരം ഇപ്പോഴുണ്ട്, ഒരു ഓഡിറ്റോറിയം അങ്ങേയറ്റത്തുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിനു കൂടിയുള്ള യാത്രയുടെ ഇടയിലാണ് കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഹാകവി കുമാരനാശാന്റെ പ്രഥമ സ്മാരകമായ 102 വർഷം പഴക്കമുള്ളതാണ് ആ സ്മാരകം നിലകൊള്ളുന്നത് അവിടെയാണ്.
അതോടൊപ്പം തന്നെ മധ്യ തിരുവിതാംകൂറിലെ പുണ്യ സ്നാന കേന്ദ്രം മീനച്ചിലാറിന്റെ തീരത്തുള്ള മണപ്പുറം നാഗമ്പടം ക്ഷേത്രത്തിന്റെയാണ്. അവിടെ സായൂജ്യ മണ്ഡപം ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ബലിതർപ്പണം ചെയ്യുന്ന ആ പുണ്യ സ്നാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും നാഗമ്പട ക്ഷേത്ര സമുച്ചയത്തിലാണ്. ഇത്രത്തോളം പുണ്യമുള്ള ആ മണ്ണിൽ ഒരു സേവകനായി എത്തിയപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹവും സുന്നിയോഗം ജനറൽ സെക്രട്ടറിയുടെയും തുഷാർജിയുടെയും എന്താ പറയുക കലവറയില്ലാത്ത പിന്തുണയും അവിടെ കർമ്മനിരന്തരായി പ്രവർത്തിക്കാൻ സാധിച്ചു. അവിടെ മറ്റൊന്നുകൂടി ശിവഗിരിയിൽ ഉയർത്തുന്ന ധർമ്മപതാക കൊണ്ടുപോകുന്നത് നാഗമ്പടത്ത് നിന്നാണ്. അങ്ങനെ അതൊക്കെ കൊണ്ടുപോകാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഈ പ്രാവശ്യം വലിയൊരു ആശയം വെച്ചു. 108 ശാഖകൾ ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട് 7,000-ത്തിലധികം ശാഖകളായും 142-ൽ പരം യൂണിയനുകളായും SNDPO എന്ന വടവൃക്ഷം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ മൂലകേന്ദ്രം നാഗമ്പടമാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മീയ ശിരാകേന്ദ്രം ശിവഗിരി കഴിഞ്ഞാൽ അഥവാ ശിവഗിരിയോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് അവയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് ജനറൽ സെക്രട്ടറിയോട് ഒരു നിവേദനം പറഞ്ഞു. എന്താ സന്തോഷം! ഈ കഴിഞ്ഞ തിരുവുത്സവത്തിന് ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവന്നു, സ്വീകരണങ്ങളെല്ലാം നൽകി. ഈ നിവേദനം പറഞ്ഞപ്പോൾ ആ വേദിയിൽ വെച്ച് SNDP യോഗത്തിന്റെ തന്നെ തീർത്ഥാടന കേന്ദ്രമായി ജനറൽ സെക്രട്ടറി നാഗമ്പടത്തെ പ്രഖ്യാപിച്ചു. അത് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മിനിസ്റ്റർ ഇടപെട്ടു. വാസവൻ ചേട്ടൻ നാഗമ്പടത്തിന്റെ ഈ ചരിത്ര കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സുരേഷ് പരമേശ്വരൻ ഒരു നിവേദനം ഗവൺമെന്റിന് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ തന്നെ വാസവൻ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു നിവേദനം അർപ്പിച്ചു. ഇത്രയ്ക്ക് പുണ്യമായ ഈ ഭൂമി, ശിവഗിരി തീർത്ഥാടനത്തിന്റെ പവിത്രതയുള്ള ഈ ഭൂമി, 113 വർഷം പഴക്കമുള്ള ക്ഷേത്രമുള്ള ഈ പുണ്യഭൂമി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നൊരു നിവേദനം ഗവൺമെന്റിൽ സമർപ്പിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞായറാഴ്ച കൊടുക്കുന്നു, ചൊവ്വാഴ്ച ബഡ്ജറ്റിന്റെ അവതരണം നടക്കുന്ന സമയത്ത് നാഗമ്പടത്തെ ഗവൺമെന്റ് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, അതിന്റെ വികസനത്തിന് 2 കോടി രൂപ ഗവൺമെന്റ് അനുവദിക്കുകയും ചെയ്തു. അപ്പൊ ഇന്നലെ വാസവൻ ചേട്ടൻ സ്വീകരണത്തിൽ വാസവൻ ചേട്ടൻ പറഞ്ഞത്, കൺവീനറെ 2 കോടി രൂപയല്ല, നിയമസഭയിലെ മറുപടിയിൽ സുരേഷ് പരമേശ്വരൻ എന്ന പേര് ചരിത്രത്തിന്റെ താളുകളിൽ കുറിക്കപ്പെട്ടു. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊക്കെ ഗുരുവിന്റെ നിയോഗമാണ്. ഞാനപ്പോ ആ സേവനം ചെയ്യുമ്പോൾ എത്ര കോടികൾ കൊടുത്താൽ കിട്ടാത്തത്ര പുണ്യതയിലേക്ക് ഗുരു എന്നെ കൈപിടിച്ചെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഗുരുവിനെ സേവിക്കുക, ഗുരുവിനെ പ്രാർത്ഥിക്കുക, നമുക്കെല്ലാം തനിയെ വന്നുകൊള്ളും. ഒരിക്കലും ഭഗവാൻ നമ്മെ കൈവിടില്ല. ഇത് മാത്രമാണ് എനിക്ക് സായം സന്ധ്യയിൽ പറയാനുള്ളത്. ഭഗവാനെ നമ്മൾ രൂപമായിട്ടല്ല, ആ ശരീരം ഒരു ഉടുപ്പ് പോലെയാണ്, അത് ഭഗവാൻ രചിച്ചതാണ്, അത് പ്രതീകാത്മകമാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നത് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഈ ഒരു ചിന്താഗതിയിൽ ആ ഭഗവത് ചൈതന്യത്തെ അറിവായി സാംശീകരിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ ഞാൻ പറയുന്നു, ഒരിക്കലും നമുക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ടി വരില്ല. ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്യാനേ തോന്നൂ. അത് ചെയ്താൽ ആ വഴി നമുക്കായി തെളിച്ചു തന്നിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദർശനോത്സവമൊക്കെ നടക്കുമ്പോൾ അറിയാമല്ലോ, മേഖല കൗൺസിലിംഗ് മേഖല ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെയൊക്കെ മക്കൾ ഇവിടെ കാണുന്നില്ല, വിഷമമുണ്ട്. കാരണം പ്രഭാഷണമായതുകൊണ്ട് ഗാനമേളയായിരുന്നെ കണ്ടേനെ, ചാടാനല്ലോ തുള്ളാനല്ലോ. പക്ഷേ നാം മറക്കരുത്, പുകുത്തുന്നത് കാണാം. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്, സ്വന്തങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് ആ നിയന്ത്രണ ചരടുകൾ പൊട്ടിച്ചുകൊണ്ട് ദിശ തെറ്റിപ്പോകുന്ന മക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഒരു എന്താ പറയാ, കെട്ടുപൊട്ടിയ പട്ടം പോലെ കൂപ്പുകുത്തുന്ന അകാലത്തിൽ പൊലിയുന്ന കാഴ്ചകൾ കണ്ടു മടുത്തു. അത് മാറണമെങ്കിൽ ഭക്തിയുടെ, വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, ബന്ധത്തിന്റെ, അരുളിന്റെ, അനുകമ്പയുടെ ആ ദിവ്യമായ അദൃശ്യശക്തമായ ആ ബന്ധത്തെ നിങ്ങൾ സ്ഥാപിക്കണം. അമ്മയുടെ പൊക്കിൾ കുടിയിൽ മക്കളിലേക്കുള്ള പട്ടത്തിന്റെ ചരട് പോലെ ഒരു ചരടുണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. പക്ഷേ ഈ പാട് കാണുമ്പോൾ സ്മരണയിൽ നമ്മൾ നിലനിർത്തും.
ഇല്ലേ വരിക. അത് അദൃശ്യശക്തമായ ആ ഒരു നിലപാടിൽ സ്മരണ നിലനിൽക്കുക. ചിലപ്പോ സ്മരണയില്ലാതെ പോകുമ്പോഴാണ് ഭാര്യ ഭാര്യയുടെ വഴിക്കും ഭർത്താവ് ഭർത്താവിന്റെ വഴിക്കും പോകുന്നത്. ഇങ്ങനെയാണ് ബന്ധത്തിന്റെ, സ്വന്തത്തിന്റെ, ആത്മീയതയുടെ, അടിത്തറയുടെ അദൃശ്യമായ ആ കേന്ദ്രഭാവത്തിലേക്ക് വരേണ്ടത്. സൂര്യൻ എന്ന ആ കേന്ദ്രബിന്ദുവിൽ ആകൃഷ്ടരാണ് നമ്മൾ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നമ്മൾ ഇതാ കേന്ദ്രമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഗുരുവിന്റെ ആ പ്രഭാവലയത്തിൽ, ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാതെ, ഒരു കാന്തത്തിൽ നിന്ന് ഇരുമ്പ് തരികൾ അകന്നു പോകുമ്പോൾ, സൗരയൂഥ പന്തിയിലെ സൂര്യന്റെ ആകർഷണത്തിൽ നിന്ന് ഒരു ഗ്രഹം വിട്ടുപോകുമ്പോൾ അത് ദിശ തെറ്റുന്നത് പോലെ ആകാതെ ആ കാന്തിക വലയത്തിൽ, ആ ബന്ധത്തിൽ ഉറച്ചു നിൽക്കണം. അതായിരിക്കണം നമ്മുടെ ആത്മീയമായ അടിത്തറയിലൂന്നിയ ജീവിതം. അത് മാത്രമേ ഭൗതിക വളർച്ചയ്ക്ക് ഖേദമായിരിക്കുകയുള്ളൂ. അത് മാത്രമേ സന്തോഷം നൽകുകയുള്ളൂ. നാഗമ്പടത്ത് ഈ വർഷം മഹാശിവരാത്രി, നാഗമ്പടം മഹാശിവരാത്രി എന്ന് നാമകരണം ചെയ്തുകൊണ്ട് സഹസ്ര കുംഭാഭിഷേകത്തോടുകൂടി നാളെ രാവിലെ 6:30 അഖണ്ഡനാമ യജ്ഞത്തോടുകൂടി ആരംഭിച്ചാൽ നാളെ രാത്രി 12:30 സഹസ്ര കുംഭാഭിഷേകം, യാമപൂജ, മഹാശിവരാത്രി പൂജ, അത് കഴിഞ്ഞ് ബലിതർപ്പണത്തോടുകൂടിയൊക്കെ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങൾക്ക് പോകണം. അതുകൊണ്ട് എന്നെ പോകാൻ കൂടി അനുവദിക്കണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ശാഖയുടെ ഭാരവാഹികൾക്ക് കൃത്യമായി നന്ദി പറഞ്ഞുകൊണ്ട് സുലേഖ ടീച്ചറിന്റെ പ്രഭാഷണം, ടീച്ചർ ഇവിടെ കാരുണ്യമൂർത്തിയായ ഭഗവാനെ അനുകമ്പാദർശനത്തിലൂടെ, ജീവകാരുണ്യ പഞ്ചകത്തിലൂടെയൊക്കെ ടീച്ചറെ കടന്ന് നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ടീച്ചറിന് സാധിക്കും. തീർച്ചയായും ഒരമ്മയുടെ സ്നേഹം പോലെ ടീച്ചറുടെ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നന്മയുള്ള ഒരു സമൂഹമായി മാറട്ടെ, നന്മയുള്ള വ്യക്തിത്വങ്ങളായും കുടുംബങ്ങളായും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഗുരുതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശാഖ നമ്പർ 62 തൃക്കോതമംഗലം സംഘടിപ്പിച്ചിരിക്കുന്ന വാർഷികവും 42ാമത് ശ്രീനാരായണ കൺവെൻഷനുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2ാം ദിവസമാണിന്ന്. മഹനീയമായ ഈ ചടങ്ങിന് സാരഥ്യം വഹിക്കുന്ന യൂണിയന്റെയും ശാഖായോഗത്തിൻ്റെയും ഒക്കെ ഭാരവാഹികളെ, വിശിഷ്യ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് സംഭാഷണം ചെയ്ത ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ കരുത്തുറ്റ ശബ്ദം, നമ്മുടെയൊക്കെ അനുഗ്രഹമായി മാറിയ ആ യുവത്വത്തിൻ്റെ ശബ്ദം, സുരേഷ് പരമേശ്വര അവരുടെ സാന്നിധ്യം നമ്മളെ ധന്യമാക്കി. അതുപോലെ നമ്മളെ നയിക്കുന്ന ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് VA ഷാജി അവർകൾ, വൈസ് പ്രസിഡന്റ് PK ഗോപിദാസ്, സെക്രട്ടറി MK മുരളി, ശരി മാറിയോ എന്നറിയില്ല, അതുപോലെ തന്നെ വനിതാ സംഘം പ്രസിഡന്റ് ലതാജി, യൂത്ത് മൂവ്മെന്റിന്റെയും വനിതാ സംഘത്തിന്റെയും മറ്റു പോഷക സംഘടനകളുടെയും എല്ലാം ഭാരവാഹികളെ, സർവോപരി ഈ കൺവെൻഷന്റെ നടത്തിപ്പിന് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട ഒത്തിരി സുഹൃതികൾ ഇതിന്റെ പിന്നിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മഹാഗുരുവിന്റെ ദർശനം ഇന്ന് ലോകം മുഴുവൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതായത് അങ്ങ് ചെമ്പഴന്തിയിൽ അവതരിച്ച മഹാഗുരു ഈ കേരളത്തിലെ മഹാഗുരു എന്നതിനപ്പുറം കേരളം ഭാരതത്തിന് നൽകിയ ഗുരു എന്നതിനപ്പുറം ഭാരതം
ഈ ലോകത്തിന് നൽകുന്ന മഹാഗുരു എന്ന രീതിയിൽ ഗുരുവിന്റെ ദർശനം ഇന്ന് സപ്തസാഗരങ്ങളും കടന്ന് ലോകം മുഴുവൻ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. 2024 സേവനം യുകെയുടെ പേരില് ശ്രീനാരായണ ഗുരു ഗ്ലോബൽ ഹാർമണി ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിച്ചപ്പോൾ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന വിശ്വമാനവികത സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആയിരുന്നെങ്കിൽ 2025 ഇറ്റലിയിലെ വത്തിക്കാനിൽ ഗുരുവിന്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ മുഴങ്ങി കേട്ടപ്പോൾ 2025 കഴിഞ്ഞ നവംബറിൽ ഓസ്ട്രേലിയയിൽ, അതായത് ഒരു രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു മഹാഗുരുവിന്റെ ദർശനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഗുരു പറഞ്ഞ വാക്കുകളിൽ ഇവിടെ നാം സഞ്ചരിക്കണം. 100 വർഷം കഴിയുമ്പോൾ അവിടുത്തെ ദർശനം പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കും എന്നത്. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചു പൊങ്ങിയ തകരയല്ല ഗുരുവിന്റെ ദർശനം. ഒരു നൂറ്റാണ്ടുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആഴത്തിൽ വേരോടിക്കൊണ്ട് ഈ ലോകാവസാനം വരെ നിലനിൽക്കും മഹാഗുരുവിന്റെ ദർശനം. അപ്പോൾ നമ്മളുടെ 34ാമത് പ്രതിഷ്ഠാ വാർഷികം കൊണ്ടാടുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ആ ചോദ്യം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തെ തന്റെ ജീവിതകാലം മുഴുവൻ അതിനെ നയിച്ച കുമാരനാശാൻ ഓരോ വാർഷികം എത്തുമ്പോഴും, ഓരോ മഹാസമാധി ദിനാചരണത്തിനും, ഓരോ ജയന്തി ആഘോഷിക്കുമ്പോഴും നമ്മോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ശ്രീനാരായണീയർ എവിടെ വരെ എത്തി? നമുക്ക് ഒരുമിച്ച് ആ ചോദ്യം ചോദിക്കണം. കാരണം ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഗുരു ഒരു ശരീരം പൂണ്ടിരിക്കുന്ന, നമ്മളിപ്പോ ഗുരുവിന്റെ പ്രതിഷ്ഠ വെച്ച് പുഷ്പങ്ങൾ അർപ്പിച്ച് കടന്നു പോകുമ്പോൾ, അങ്ങനെ പുഷ്പാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി നിവേദ്യങ്ങൾ വെച്ച് കടന്നു പോകേണ്ട ഒരു ചൈതന്യമാണോ ഗുരു? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആരാധന ചെയ്ത് കടന്നു പോകാനുള്ള ഒരു ചൈതന്യം മാത്രമാണോ ഗുരു? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുള്ളത്. ഗുരുവിനെ ആരാധന ചെയ്യാൻ നമുക്കൊക്കെ എളുപ്പമാണ്. കുറച്ച് പൂജാദ്രവ്യങ്ങൾ മതി, ഒരു പ്രാർത്ഥനാ ബുക്ക് മതി. പക്ഷേ ഗുരു പറഞ്ഞ ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നാം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ വല്ലാതെ ചകിതരാകും, അല്ലെ? അപ്പൊ ഗുരുവിന്റെ ദർശനത്തോട് നാം അടുക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്പം സത്യമുണ്ടാകണം, പെരുമാറ്റത്തിൽ കരുണയുണ്ടാകണം, അല്ലേ? ഇതെല്ലാം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ മാത്രമാണ് ഏറ്റവും ചുരുങ്ങിയത് ലഹരി വസ്തുക്കൾ വർജിക്കാനുള്ള ഒരു മനസ്ഥിരതയെങ്കിലും നമുക്കുണ്ടാകുമ്പോൾ ഗുരുവിന്റെ തിരുസന്നിധിയിൽ നാം ചെന്ന് നിന്നാലുണ്ടല്ലോ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്താമണ്ഡലത്തെയും ഭൗതികവും ആത്മീയവുമായ സകലതിനെയും നിയന്ത്രിക്കുന്നത് ഗുരുവായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്, അല്ലെ? പ്രാർത്ഥനയിലൂടെ മാത്രം, ഉപാസനയിലൂടെ മാത്രം അത് പറ്റില്ല, കിട്ടില്ല. എത്ര ജന്മം നമ്മൾ ഗുരുവിന്റെ ദർശനം എന്തെന്നറിയാതെ, ഗുരു നമുക്ക് പകർന്നു നൽകിയ മഹത്തായ അറിവ് എന്തെന്നറിയാതെ ഈ ജന്മം മുഴുവൻ അന്ധനായ ഭക്തനായി കടന്നു പോകാനല്ല ഗുരു നമ്മളോട് പറഞ്ഞത്. ഗുരുവിനെ നാം അറിയേണ്ടത് അറിവായ, അതായത് നമ്മുടെ ജീവിതത്തെ ആകവേ പ്രകാശമാനമാക്കേണ്ടുന്ന അറിവ്. ഇത്തിരി പോന്ന നാമെന്ന കുഞ്ഞു മനുഷ്യനെ ഈ ലോകത്തോളം വലുതായ അറിവിന്റെ ഉടമയാക്കുന്ന ദർശനമാണ് ഗുരുവിന്റെ ദർശനം. ലോകത്തെ സമസ്ത ചരാചരങ്ങളെയും ഒന്നായി കാണുന്ന മഹത്തായ മനസ്സിന്റെ ഉടമയാക്കുന്ന ആ വിശ്വദർശനം തന്ന മഹാഗുരുവിനെ വെറും പൂജിച്ചു മാത്രം നിങ്ങൾ കടന്നു പോകരുത്. പൂജ വേണം, ആരാധന വേണം,
അതിനോടൊപ്പം തന്നെ മഹാഗുരുവിനെ അറിയണം, പഠിക്കണം. ഇപ്പൊ സാറ് ചോദിച്ചില്ലേ, നമ്മളുടെ കുഞ്ഞുമക്കൾ എവിടെ? നാളെ ഈ ഗുരുവിന്റെ ദർശനം, ഗുരുവിനെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗുരുവിന്റെ ഈ ശാഖ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് അങ്ങേ തിരുവുള്ളൂറിയൊരൽപ്പ് ഏറ്റുവാങ്ങിയ നമ്മുടെ കാരണവന്മാരുടെ ആ ഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങിയ പുണ്യമാണ്. ഇതിനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണ്ടേ ഈ അറിവിനെ, ഈ മഹാഗുരുവിനെ? അപ്പൊ അതിനൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വേദികളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെ കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അന്നും ഇന്നും ഗുരുവിന്റെ ദർശന ഗരിമയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, ഗുരുവിന്റെ ദർശനം കേൾക്കേണ്ടി വരുമ്പോൾ പതുക്കെ നമ്മളങ്ങ് പുറകോട്ട് വരും. ഇന്നും ഒരു പ്രഭാഷണത്തിൽ വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചതാ, ടീച്ചറെ വേദാന്തം ഒന്നും പറയില്ലേ കേട്ടോ, എന്താ നമുക്ക് കേൾക്കണ്ടേ? വെറും ഉണ്ട് വിസർജിച്ച് കളയാവുന്ന ഈ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ കുറിച്ചാണോ നമുക്ക് കേൾക്കേണ്ടത്? എത്ര കാലമുണ്ട് മനുഷ്യന്റെ ജന്മം ഈ ഭൂമിയില്? ഈ മനുഷ്യ ജന്മത്തില് എന്തിനാണ് നാം മനുഷ്യജന്മം എടുത്ത് വന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇതെല്ലാം ഗുരുവിന്റെ ദർശനത്തിലുണ്ട്. പരബ്രഹ്മ സ്വരൂപനായ ഒരു ഗുരുവിനെ കുലത്തിൽ കിട്ടിയിട്ടും ഇതൊന്നും അറിയാതെ കടന്നുപോയാൽ വലിയ നഷ്ടം തന്നെയല്ലേ നമുക്ക്? അപ്പൊ അതുകൊണ്ട് ക്ഷമയോടെ ഗുരുവിനെ പഠിക്കണം, നാം അറിയണം. ഇത് അറിയുന്ന ആളുകള് അന്നും ഇന്നും കുറവാണ്. അതുകൊണ്ട് ഗുരു ഡോക്ടർ പൽപ്പുവിന്റെ പുത്രനായ നടരാജഗുരു എന്ന തമ്പി, ഗുരു ചോദിക്കുന്നുണ്ട് തമ്പിയോട്, പറയുന്നുണ്ട്, നമുക്ക് ആരുമില്ലല്ലോ തമ്പി. എന്താ അതിന്റെ അർത്ഥം? അന്നും ആഹാബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ. ലക്ഷക്കണക്കിന് ആളുകൾ ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നു അന്നും. തവ വിയോഗാർത്തി പരിതപ്തർ ഭവത് കൃതകപുത്രരാം അനേക ലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൻ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു. ബഹുലക്ഷം ജനങ്ങൾ അന്നുണ്ട് കൂടെ. എന്തിനാണെന്നറിയോ? അവിടുത്തെ ഒരു നോട്ടം കിട്ടാൻ, അവിടുത്തെ കയ്യിൽ നിന്നൊരു കൽക്കണ്ടമോ മുന്തിരിയോ കിട്ടാൻ, ഒരു സ്പർശനം കിട്ടാൻ, ഒരു വാക്ക് കിട്ടാൻ. അതുകൊണ്ട് അവരുടെ ഭൗതിക ജീവിതത്തിൽ അവരനുഭവിക്കുന്ന രോഗങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും മാനസികവും ശാരീരികവുമായ വിഷമങ്ങൾക്ക് പരിഹാരം ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടിയിരുന്നു. ഗുരുവിനെ പരിചരിക്കാനും ഗുരുവിന് ആഹാരം കൊടുക്കാനും ഗുരുവിനെ റിക്ഷയിലേറ്റി നയിക്കാനും മരുന്ന് കൊടുക്കാനും പുറന്തേച്ച് കുളിപ്പിക്കാനും ഒക്കെ നിരവധി ആളുകൾ മത്സരിക്കുന്ന കാലത്തും എന്തുകൊണ്ടാ ഗുരു പറഞ്ഞത് നമുക്കാരുമില്ലല്ലോ തമ്പി? ആലോചിച്ച് നോക്കിക്കേ. ഗുരുവിന്റെ ദർശനം, അവിടുത്തെ മഹാതപസ്സിലൂടെ നേടിയെടുത്ത ആ ദർശനത്തെ, മൂല്യമായ ആ ദർശനത്തെ സ്വീകരിക്കുന്നവർ കുറവാന്നല്ലേ അതിന്റെ അർത്ഥം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ നിന്ന് കനിഞ്ഞു നൽകിയിട്ടൊരു വിഷയം ഗുരു കാരുണ്യത്തിന്റെ ദിവ്യരൂപം എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ഗുരു എന്ന വാക്കിനെ പരിശോധിക്കാം, അല്ലെ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യം ചൊല്ലിയൊരു പ്രാർത്ഥനയാണ് ഗുരു ബ്രഹ്മ, ചൊല്ലിക്കാതൊന്ന്, ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അല്ലെ? ഗുരു ബ്രഹ്മാവാണ്, ബ്രഹ്മാവ് സൃഷ്ടാവ്, അല്ലെ? അപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ നല്ല ഗുണങ്ങളെ, ഒരു മനുഷ്യനിൽ നല്ല ഗുണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു മനുഷ്യ സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവിനെ പോലെയാണ് ഗുരു നമുക്ക്. ഇനി വിഷ്ണുവിന്റെ ജോലി പ്രപഞ്ച പരിപാലനമാണെങ്കിൽ ഈ നല്ല ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലുടനീളം സംരക്ഷിപ്പിച്ച് നിർത്തിക്കൊണ്ട്
നമ്മളെ ഒരു എന്താ പറയാ, ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന വിഷ്ണു തന്നെയാണ് ഗുരു. ഇനി ഒരു മനുഷ്യന്റെ അഹന്തയെ നശിപ്പിച്ചുകൊണ്ട്, അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ട് അവനെ ജ്ഞാനഗരിമയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന മഹേശ്വരനാണ് ഗുരു. ഇനിയോ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഗുരു സ്വരൂപങ്ങൾക്ക് 1-2 പടി താഴെയാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും തേടുന്ന ആ സാക്ഷാൽ പരബ്രഹ്മമാണ് ഗുരു എന്ന് ബോധം നമുക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാ പറഞ്ഞത് അല്ലേ? അതായത് ഗുരു കോപിച്ചാൽ പിന്നെ ദൈവം കോപിച്ചാൽ ഗുരുവുണ്ട്, ഗുരു കോപിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമാണ്. ഗുരുവിന്റെ പാദങ്ങളിലാണ് നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുമ്പോൾ ഇതിനപ്പുറം നമുക്ക് ഈ ലോകത്തൊരു ആരാധനയും ആവശ്യമില്ല. അതുകൊണ്ട് ശ്രീനാരായണീയർ എന്ന് പറയുന്ന നമ്മൾ ഗുരുവിന്റെ ധർമ്മത്തെ സ്വീകരിക്കുന്നവരൊക്കെ ശ്രീനാരായണീയരാണ്. ജന്മാന്തര സുഹൃതം ചെയ്തവരാണ്. എത്രയോ ജന്മങ്ങൾ ചെയ്ത സുഹൃതത്തിന്റെ ഫലമായിട്ടാണെന്നറിയോ ഒരു സദ്ഗുരുവിനെ കുലത്തിൽ കിട്ടുക. ആ സദ്ഗുരുവിന്റെ പാദങ്ങളെ നമസ്കരിക്കാനും എത്രയോ കീർത്തനങ്ങൾ നമ്മുടെ അമ്മമാരും സഹോദരിമാരും വന്ന് ഇവിടെ ഇരുന്ന് ചൊല്ലി. അവിടെ അമ്പലത്തിൽ നിന്നപ്പോൾ ഒരു അമ്മ വളരെ ഭക്തിയായ ഗുരുവിന്റെ കീർത്തനങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഭക്തിപൂർവ്വം ചൊല്ലുന്നത് കേട്ടപ്പോൾ അറിയാതെ നമ്മളുടെ കണ്ണ് നിറഞ്ഞുപോയി അല്ലെ? ഇത്രയൊക്കെ നമുക്ക് പ്രാപ്തി കൈവന്നു അല്ലെ? ഈ മഹാഗുരുവിനെ, ഒരു വിശ്വഗുരുവിനെ നമുക്ക് ഗുരുവായി കിട്ടിയത് കൊണ്ടാണല്ലോ നമുക്കിതെല്ലാം കരഗതമായത്. അപ്പോൾ ഗുരു തന്നെ ശങ്കര ഗുരുവിനെ പറയുന്നൊരു വാചകമുണ്ട് അനുകമ്പാദശകത്തിൽ. എന്നറിയോ? സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു എന്ന് ഗുരു വിളിച്ച ശങ്കരാചാര്യ സ്വാമികള് ഗുരുവിന്റെ ലക്ഷണം പറയുന്നുണ്ട്. അതൊരു ചെറിയ വാക്കിലൂടെ ഒന്ന് പറയാം. ഗുരു ഒരു 8ാം നൂറ്റാണ്ടിലെ ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഗുരുവിന്റെ ഗരിമ എത്രയുണ്ടെന്നൊന്ന് വെറുതെ ചിന്തിക്കുക. ഗുരു ശ്രോത്രിയനായിരിക്കണം. ഈ ലോകത്തൊരു ഗുരുവുണ്ടെങ്കിൽ ആരെയാണ് ഗുരുവെന്ന് വിളിക്കേണ്ടത് എന്നാണെങ്കിൽ ശ്രോത്രിയനായിരിക്കണം. ശ്രുതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരിക്കണം. വേദത്തിന്റെ ഉപനിഷത്തിന്റെ അടിത്തറയിൽ സംസാരിക്കുന്നവനായിരിക്കണം. സംശയമില്ല നമുക്ക്. വേദസാര സംഗ്രഹമാ ഗുരുവിന്റെ കൃതികൾ. ഇനി അവ്രജിനായിരിക്കണം. യാതൊരു തരത്തിലുള്ള പാപങ്ങളും ഏൽക്കാത്തവനായിരിക്കണം ഗുരു അല്ലെ? അടുത്തു പറയുന്നുണ്ട് അഗാമഹതൻ, യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തവനായിരിക്കണം. പിന്നെ പറയുന്നു നിരിന്ധനൈവാനലൻ, ജ്വലിക്കുന്ന തീക്കട്ട പോലെ ഇരിക്കണം ജ്ഞാനം കൊണ്ട്. നമ്മൾ ഗുരുവിനെ അറിഞ്ഞിട്ടില്ല. ഗീതാനന്ദ സ്വാമികള് ആലുവ അദ്വൈതാശ്രമത്തിന്റെ നിർമ്മാണം നടക്കുന്ന കാലഘട്ടത്തിൽ താൽക്കാലികമായ ഒരു ഷെഡാണ്, ഒരു പനമ്പ് കൊണ്ട് മറച്ച ഷെഡ്. അവിടെ ആ ഗുരു മുറിയില് ശയിക്കുന്നു. തൊട്ട് വരാന്തയിൽ ഗീതാനന്ദ സ്വാമികൾ ഇങ്ങനെ ഉറങ്ങി. ഏകദേശം ഒരു ബ്രാഹ്മ മുഹൂർത്തം എത്തിയപ്പോൾ ഗുരുവിന്റെ മുറിയിൽ നിന്നും ഒരു ചുമന്ന പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമികൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഗുരു കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവിടുത്തെ ആ സ്വരൂപം ഈ ജ്വലിക്കുന്ന തീക്കട്ട പോലെ ആ ചുമന്നൊരു പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശങ്കര ഭഗവത്പാദരുടെ ഈ ഗുരുലക്ഷണം വായിച്ചപ്പോൾ ഗീതാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഓർത്തുപോയതാണ്. ജ്വലിക്കുന്ന തീക്കട്ട പോലെ ഇരിക്കണം ഗുരുവെന്ന് അല്ലെ? ഇതൊക്കെ ഒരു ഗുരുവിന് വിശ്വഗുരുവെന്ന് പറയുന്ന, അതായത് ജ്ഞാനം കൊണ്ട് അങ്ങ് കാശ്മീരിലെത്തി സർവജ്ഞപീഠം കയറിയ ശങ്കര ഭഗവത്പാദർ ഗുരുവിന് കൊടുക്കുന്ന നിർവചനമാണ്. ഗുരുലക്ഷണങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ പരബ്രഹ്മസ്വരൂപനായ മഹാഗുരുവിനെ കുലത്തിൽ കിട്ടിയ സുഹൃതികളെ, എന്താണ് ഗുരുവിന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ കാരുണ്യത്തിന്റെ ദിവ്യരൂപമാണ് ഗുരു. കാരുണ്യം ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു വന്നാൽ ആ
അനുകമ്പ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു വന്നാൽ, ദയ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു വന്നാൽ അതെന്റെ ഗുരുവാണ് നമുക്ക് പറയാം അല്ലെ. അതായത് 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധം നടക്കുന്ന കാലാണ്, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലാണ്. ഗുരു അനുകമ്പാദശകം രചിക്കുന്ന വർഷം ഏതെന്നറിയോ? 1914. ദൈവദശകം രചിക്കുന്ന വർഷം ഏതാണെന്നറിയോ? 1914. 90 ലക്ഷവും 70 ലക്ഷവും ഒക്കെ ജനങ്ങൾ യുദ്ധത്തിൽപ്പെട്ട് മരിച്ചു വീഴുമ്പോൾ ഇങ്ങേയറ്റത്തെ ഈ അരുവിപ്പുറത്തെ ചെമ്പഴന്തിയിൽ ഇരുന്നു കൊണ്ട് അവതാരം കൈക്കൊണ്ട ഗുരു അനുകമ്പാദശകം രചിക്കുന്നു, ദൈവദശകം രചിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക്, കേരളത്തിന് കിട്ടിയ ഗുരു എന്നതിലപ്പുറം ഈ ലോകത്തിന്റെ നെറുകയിൽ പ്രകാശിക്കുന്ന ഗുരുസ്വരൂപമാണിത്. ഇനിയിപ്പോ ചിലപ്പോൾ നമ്മൾ ഗുരുവിനെ പഠിച്ചില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുരുവിനെ പഠിപ്പിക്കാൻ കേരളത്തിലേക്ക് ആളുകൾ വരുന്ന കാലവും വിദൂരമല്ല. നിലവിളക്കിൻ ചുവട്ടിലെ ഇരുട്ടുകളായി മാറരുത് നാം. ഒരു നിലവിളക്ക് തെളിഞ്ഞ ആ നാട്ടിലെ നമ്മൾ ഗുരുവിനെ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നും ഗുരുവിന്റെ ദൈവദശകം പോലെയുള്ള, സദാചാരം പോലെയുള്ള, പിണ്ടനന്ദി പോലെയുള്ള കൃതികളൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാക്കാത്തത്? വല്ലാത്ത വേദനയോടുകൂടി ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. ഗുരുവിനെ പഠിക്കുവാൻ, ഗുരുവിനെ അറിയുവാൻ വിദേശത്ത് നിന്ന് ഒരാൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഒരു സർവകലാശാലയിൽ ചെന്നാൽ ഗുരുവിനെ കുറിച്ച് ആധികാരികമായി പഠിക്കാൻ, എടുക്കാൻ ഒരു ഗ്രന്ഥമുണ്ടോ? ആലോചിച്ച് നോക്കൂ. നന്ദിയില്ലാത്തവരാണ് നാം. കാരണം ഗുരുവിന്റെ കാരുണ്യപൂർണമായ ആ ത്യാഗം കൊണ്ട് നേടിയ ജീവിത സൗഭാഗ്യങ്ങൾക്കിടയിൽ കഴിയുമ്പോഴും ഗുരുവിനെയോ ഗുരുദർശനത്തെയോ സ്വീകരിക്കാൻ നാം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ദൈവദശകത്തിന് ഭാഷ്യം ചമച്ചുകൊണ്ട് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നീണ്ട തപസ്യയായിരുന്നു ശിവഗിരിയിലെ ആചാര്യനായി വന്ന്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി വന്ന് ഒരു സ്ഥാനാർത്ഥിയൊക്കെയായി നിന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഈശ്വര ചിന്തകയോ ആധ്യാത്മികതയോ തൊട്ടു തീണ്ടിയിട്ട് പോലും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ആ ഗുരുദർശനത്തിലേക്ക് അടുത്തത്? അതാണ് നിയതിയുടെ നിയോഗം അല്ലെ. ഗുരുവിന്റെ കൃതികളെല്ലാം വ്യാഖ്യാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഋഷി തുല്യമായ അനുഭവത്തിൽ എത്തിയ ബാലകൃഷ്ണ സാർ പറയുന്നൊരു വാക്കുണ്ട്. ദൈവദശകം കേരളത്തിൽ എന്നല്ല, ലോകത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും, സർവകലാശാലകളിലും, കുടുംബ സദസ്സുകളിലും, പൊതു സദസ്സുകളിലും ആലപിച്ചാൽ പോലും ഈ ലോകത്ത് അഭൂതപൂർവമായ ഒരു മാറ്റം സംജാതമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ദൈവദശകം നാം ചൊല്ലുമ്പോൾ സമസ്തതിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രപഞ്ച പൊരുളിനെ സ്തുതിച്ചുകൊണ്ട് ഗുരുവിന്റെ അദ്വൈത ദർശനം കവിഞ്ഞൊഴുകുന്ന ദൈവദശകം പഠിക്കുന്ന മനസ്സുകള് എവിടെയായി ഇരുട്ടാർന്നു പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് ഇതിന്റെ ആശയം ചെല്ലുമ്പോൾ എവിടെയാ വഴിതെറ്റി പോകുന്നത്? അപ്പോ എവിടെയും ഇപ്പൊ സാറിന്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്കൊരു നിവേദനം കൊടുക്കണമെന്നുണ്ടായിരുന്നു, സാറിനെ കേൾക്കിയതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാഗമ്പടം ക്ഷേത്രം അന്താരാഷ്ട്ര ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തിയപ്പോൾ നമ്മളൊക്കെ വളരെ പുളകിതരായി. കാരണം കോട്ടയം എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ധാരാളം ഗുരുഭക്തരുണ്ട്. ഗുരു പലതവണ വന്നു പോയിട്ടുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ കോട്ടയത്തേക്കുള്ള യാത്രക്കിടയിലാണ് ഒരു പൂത്തോട്ടയിൽ അല്പസമയം വിശ്രമിച്ചിട്ടുള്ളത് പോലും. അപ്പോൾ ഈ കോട്ടയംകാര്
ഗുരുവിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിന്റെ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിനും ഗുരുവിനെ അറിയുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ കൂടുതൽ 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 ആളുകൾ മുന്നോട്ട് വരുന്നത് ഈ കോട്ടയത്തിന്റെ പുണ്യഭൂമിയിൽ നിന്ന് തന്നെയാണ്. ഒരു സംശയം അവിടെയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അനുകമ്പ സ്വരൂപനായ ഗുരുവിനെ പറയുമ്പോൾ, ഗുരു അനുകമ്പ ദശകം രചിച്ചത് 1914 ഇത് കൂട്ടി വായിക്കുമ്പോൾ ഗുരു ഈ ലോകത്തോടല്ലേ സംസാരിച്ചത്? ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകൾ കൊന്നു വീഴുമ്പോൾ, മരിച്ചു വീഴുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ, നിസ്സഹായരും നിരാലംബരായും മരിച്ചു വീഴുമ്പോൾ ഗുരു പറയാണ്, ഒരു കുഞ്ഞുറുമ്പിന് പോലും ഒരു പീഡയും വരുത്തരുത് എന്നുള്ള രീതിയിൽ ഓരോ മനുഷ്യ മനസ്സുകളും അനുകമ്പാർദ്രമാകണം, ദയ നിറഞ്ഞതാകണം എന്ന് ഗുരു പറയുക. അത്തരത്തിൽ നമ്മുടെ മനസ്സിനെ നാം പരുവക്കപ്പെടുത്തി എടുക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഗുരു പറയുക, കരുണാകര, കാരുണ്യക്കടലായ ദൈവമേ, നിന്റെ ചിന്ത എന്റെ ഹൃത്തടത്തിൽ നിന്നും മാഞ്ഞു പോകരുതേ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ചേതസി ഭവദ്രൂപം തോന്നണേ ദയാംബുദേ. അപ്പോ എന്റെ ചിന്തയിൽ നിന്ന് ഈശ്വരൻ മറഞ്ഞു പോകരുത് എന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അല്ല ഗുരു നമ്മെ പഠിപ്പിച്ചത്. പിന്നെയോ, ഈശ്വരൻ എവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ്, ഗുരുമണ്ഡപത്തിലാണ് ഗുരു, ശിവക്ഷേത്രത്തിലാണ് ശിവൻ, ദേവി ക്ഷേത്രത്തിലാണ് ദേവി. നമ്മുടെ ഭക്തിയെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഗുരു പറയുന്നത്, ഈശ്വര ചിന്ത എന്നിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് പറയുമ്പോൾ അവിടെയും ഇവിടെയും ഇരിക്കുന്ന ഈശ്വരനെ അല്ല ഗുരു പറയുന്നത്, നിന്നിലിരുന്നു കൊണ്ട് ഉണ്ണാനും ഉടുക്കാനും കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും ഒക്കെ സഹായിച്ചുകൊണ്ട് പ്രാണസ്പന്ദനമായി നിന്നിലിരുന്ന് തുടിക്കുന്ന ഈശ്വരനെ അറിയാനാ പറഞ്ഞ. എത്ര പേർക്ക് ഈശ്വരനെ പരിചയമുണ്ട്? നമ്മളിലിരുന്ന് പ്രകാശിക്കുന്ന ഈ ഈശ്വരനെ എത്ര പേർക്ക് പരിചയമുണ്ട്? നമ്മുടെ കണ്ണുള്ളിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ കോവിലുകളിൽ തന്നെ ആയിരിക്കുന്നത്, അല്ലേ? അപ്പോ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഈശ്വരൻ അവനവന്റെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യമാണെന്നും കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനി, ഏത് കൃതിയിലാ പറഞ്ഞേ? കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. ഏത് കൃതിയിലാ പറഞ്ഞേ? പഠിക്കാതെ ഒന്ന് എടുത്ത് നോക്കൂട്ടോ. ഗുരുവിന്റെ ഗദ്യകൃതികളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട്, ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഈശ്വരൻ കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷം കനിയാണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഗുരു പറഞ്ഞു, നമ്മള് ഇരുട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദുഃഖമയമാണെന്ന് പരിതപിക്കുന്ന നമ്മളോട് ഗുരു പറയാ, നീ ഇരുട്ടല്ലോ, വെളിച്ചമാണ്, മഹാവെളിച്ചമാണ് നമ്മൾ ഓരോരുത്തരിലും ഇരുന്ന് പ്രകാശിക്കുന്നത്. ഗുരു പറയാ, അഹം ഇരുളല്ല, ഇരുളായിലന്തരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. ഇത് ഓതിയാൽ കേൾക്കുവോ? മനസ്സിലാവുമോ? ഞാൻ ഇരുട്ടല്ല എന്ന് ഓരോരുത്തരും പറഞ്ഞ് പഠിക്കാൻ. ഞാൻ കൗസല്യാണ്, എനിക്ക് ധാരാളം രോഗങ്ങളുണ്ട്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, മക്കളെ ചൊല്ലി ദുഃഖമുണ്ട്, ഭർത്താവിനെ ചൊല്ലി ദുഃഖമുണ്ട്, ബന്ധുക്കളെ ചൊല്ലി ദുഃഖമുണ്ട്, എന്നെ പോലെ ഈ ലോകത്ത് ദുഃഖമുള്ള ഒരാളുമില്ല എന്ന് പരിതപിക്കുമ്പോൾ
ഈ ദുഃഖങ്ങൾ സത്യമറിയാതെ ജീവിച്ചതിന്റെ ഫലമായി ജന്മാന്തരങ്ങളായി നീ തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി ആർജിച്ചെടുത്തതാണ്. പക്ഷേ ആ കർമ്മഫലങ്ങൾ നമ്മിൽ ഇരുട്ടായി മറഞ്ഞു നിൽക്കുമ്പോഴും ആ ഇരുട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഒരു ആത്മചൈതന്യം പ്രകാശിക്കുന്നുണ്ടെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതിരുട്ടിൽ പോയിരിക്കുമ്പോഴും ഞാനുണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നാം വെളിച്ചം തന്നെയാണ്, ഇരുട്ടല്ല. അതുകൊണ്ട് ഗുരു പറയാണ്, എന്നിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് നാം പഠിക്കേണ്ടതുണ്ട്. ഇനി അനുകമ്പാദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഒരു പുതിയ മന്ത്രം ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതാണെന്നറിയോ? 9 അക്ഷരങ്ങളുള്ള ഒരു മന്ത്രം, ഒരു നവാക്ഷരി മന്ത്രം ഗുരു അനുകമ്പാദശകത്തിന്റെ 2-ാം ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഏതാണ് ആ മന്ത്രം? കോട്ടയംകാരിൽ നിന്ന് ഞാൻ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. അനുകമ്പാദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കേണ്ട മന്ത്രം ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ എന്നും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും അമ്മേ നാരായണ എന്നൊക്കെ പ്രാർത്ഥിച്ച് പഠിച്ച നമ്മോട് ഗുരു പറയുകയാണ്, ഈ പ്രാർത്ഥനയെല്ലാം ലക്ഷ്യം വെക്കുന്നത് നിന്റെ ഉള്ളത്തിൽ കനിവുണ്ടാകണം, സ്നേഹമുണ്ടാകണം, ഉള്ളം കനിവാർന്നതാകണം. അതിനാ നിങ്ങൾ ആദ്യം ചൊല്ലിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലണത്. അതിന്റെ സത്ത ഗുരു എടുത്തിട്ട് തരികയാണ്. അരുളിൽ അരുളൻ പനു ചൊല്ലിക്കേനി, അരുളൻ പനുകമ്പമൂന്നിനും. അപ്പൊ എന്താ 9 അക്ഷരമുള്ള മന്ത്രം? ഏതാ? എണ്ണി നോക്കിയേ. അരുളുള്ളവനാണു ജീവി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഹൃദയത്തിൽ സത്യമുള്ള, സ്നേഹമുള്ള, അരുളുള്ള. നമുക്ക് കുഞ്ഞുമോളെന്ന് പ്രാർത്ഥന ചൊല്ലിയില്ലേ, സത്യവും ധർമ്മവും നീതിയൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചില്ലേ? ഗുരു നമ്മളോട് അതാ പറഞ്ഞത്. അരുളുള്ളവനാണു ജീവി എന്ന 9 അക്ഷരം തന്ന ഭഗവാൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്കിത് താരകമന്ത്രം, ഈ ലോക ജീവിതം കടക്കാനുള്ള താരകമന്ത്രം ഉപദേശിക്കാനുള്ള അർഹത ഒരു മഹാഗുരുവിന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വീകരിച്ചു, അത് സ്വീകരിച്ചിട്ടില്ല. എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലാണ് നമുക്കിത് ഗുരുവിനെ അറിയാൻ സാധിക്കുക. ഞാൻ എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ ആ തിരുസന്നിധിയിൽ ഇന്നും രാവിലെ ഏതെങ്കിലും ഒരു വചനം ഇങ്ങനെ ആവർത്തിച്ച് നമ്മളിങ്ങനെ ഉരുവിടുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ആർദ്രമായി പോകും. അപ്പൊ ഞാൻ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭഗവാനെ ഈ ജന്മം പോരല്ലോ, അവിടുത്തെ കൃതികളൊന്നും പഠിച്ചു തീരുന്നില്ലല്ലോ ഭഗവാനെ, ഇനി ഒരു ജന്മം കിട്ടിയാലും ഈ ഗുരുവിനെ അറിയാൻ ആകണേ, ഈ ലോകത്തേക്ക് വരേണ്ടത് എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന അത്രയും കരുണയും അനുകമ്പയും സ്നേഹവും ദൈവമൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഗുരുവിന്റെ കൃതികൾ. വേറൊരു പ്രാർത്ഥനയും തേടി നമ്മൾ പോകണ്ട, വേറൊരു ദൈവത്തെ തേടി നമ്മൾ പോകണ്ട, വേറൊരു ദേവാലയങ്ങളും നമ്മൾ അലയണ്ട. സാറ് നമ്മളോട് പറഞ്ഞു, എന്താ പറയാ, ഊർജ്ജസ്വലമായ ശബ്ദത്തിൽ സാർ നമ്മളോട് പറഞ്ഞു. അനുഭവത്തിന്റെ വാക്കാണ് അതൊക്കെ. നമ്മളോട് നമ്മൾ ഒരുമിച്ചെടുക്കേണ്ട ഒരു പ്രതിജ്ഞ അതാണ്. ശ്രീനാരായണീയരായ ഗുരുഭക്തർ സമ്പാദിച്ച പൈസയും കൊണ്ട് ഭൗതിക സുഖഭോഗങ്ങൾ നേടുവാനായി ചോദിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഈ ക്ഷേത്ര പരിധി വിട്ട് പുറത്തേക്ക് പോകരുത്. പണിയെടുക്കുന്ന ഒരു 5 പൈസ നയാ പൈസ പോലും ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകരുത്. കാരണം പൈസ കൊടുത്ത് വാങ്ങാവുന്നതല്ല ഭൗതിക സുഖഭോഗങ്ങൾ എന്ന് ആവർത്തിച്ച് ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുക്കരുതായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യനെ കൊള്ളയടിക്കുന്നതും നിരവധി വാർത്തകൾ നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെ? ദേവാലയങ്ങള് ചൂഷണ സങ്കേതങ്ങളാകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവിടെയൊക്കെ വില്ലനാകുന്നത് സമ്പത്താണ്, അല്ലെ?
അപ്പോൾ ഈ ദേവന്റെ സമ്പത്തെടുത്ത് ദേവന് കൊടുത്തിട്ട് എനിക്ക് നീ അതും ഇതും താ എന്ന് ചോദിക്കുമ്പോൾ ഭക്തിയുടെ ബാലപാഠങ്ങൾ പോലും നാം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ലേ സത്യം. അതുകൊണ്ടാണ് സമ്പാദിക്കുന്ന പൈസയുടെ ഒരംശം ആ ഗുരുമണ്ഡപത്തിൽ സമർപ്പിക്കൂ, ഒരു പ്രതിജ്ഞ എടുക്കൂ. അതിന് ഇന്ന് തന്നെ ആ ധനം നമ്മളുടെ ഇടയിലുള്ള കുട്ടികളുടെ, ഇപ്പൊ നമ്മൾ ധനസഹായം കൊടുത്തില്ലേ, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പിന്നിൽ നിൽക്കുന്ന നമ്മളുടെ സഹോദരങ്ങളുടെ അഭിവൃദ്ധിക്കാകട്ടെ. ലക്ഷങ്ങൾ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മളുടെ ധനവും കൊണ്ട് ഓടരുത്. അത്രയെങ്കിലും അന്ധവിശ്വാസം നമ്മളിൽ നിന്ന് കുറയേണ്ടതുണ്ട്. അത്രയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള കൺവെൻഷനിലൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഗുരു നമുക്ക് പറഞ്ഞു തന്ന 9 അക്ഷരമുള്ള മന്ത്രം ഏതാ? അരുളുള്ളവനാണ് ജീവി. ഹൃദയത്തിൽ കരുണയുള്ള, അൻപുള്ള, ദയയുള്ളവൻ ഈ ലോക ജീവിതത്തെ എളുപ്പത്തിൽ തരണം ചെയ്യും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഗുരു ഇത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇപ്പോ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 138ാമത് വർഷം, അതിനുള്ള ആഘോഷ തിമർപ്പിലാണ് നാം, അല്ലേ? അരുവിപ്പുറത്തൊക്കെ ആഘോഷത്തിന്റെ ആ പടഹധ്വനി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങ് ഉല്ലല ഓങ്കാരേശ്വരത്ത് അവസാനിക്കുന്ന ഭഗവാന്റെ പ്രതിഷ്ഠയിലുടനീളം ചില വ്യതിയാനങ്ങൾ വന്ന് നമ്മൾ ശ്രദ്ധിച്ചോ? പ്രതിഷ്ഠയിലെ മുരിക്കുമ്പുഴം കാളകണ്ഠേശ്വരത്ത് വന്നപ്പോൾ ഗുരു വിഗ്രഹമാണോ തന്നെ? ഓരോ സ്ഥലത്തും ആളുകൾ ചോദിക്കുന്നതനുസരിച്ച് വിഗ്രഹങ്ങൾ കൊടുത്തു ഭക്തർക്ക് ഭജിക്കാൻ. പക്ഷേ ചോദിക്കാത്തിടത്ത് ഗുരുവിന്റെ ആ മനോഗതത്തിനനുസരിച്ച് ഒരു പ്രതിഷ്ഠ തന്നിരുന്നു. മുരിക്കുമ്പുഴയിലെ പ്രതിഷ്ഠ എന്താണെന്നറിയോ? സത്യം, ധർമ്മം, ദയ, ശാന്തി, അല്ലേ? മനുഷ്യ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭഗവാന്റെ അടുത്ത് ഓടുന്നത്? ഇത് നേടാനാ നമ്മൾ പോണെങ്കിൽ നേരിട്ട് ജീവിത മൂല്യങ്ങളെ ഉപാസിക്കാൻ പറഞ്ഞു തന്ന ഏറ്റവും വലിയ യുക്തിവാദിയ ഗുരു. ഒരു വിഗ്രഹത്തില് നമ്മൾ ഒരു വിഗ്രഹത്തോട് കൊന്ന് ഭൗതിക സുഖഭോഗങ്ങൾ ചോദിച്ച് വാങ്ങുമ്പോൾ അതൊരു പ്രതീകം മാത്രമാണെന്നും ആ പ്രതീകത്തിലൂടെ തെളിയേണ്ടത് അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണെന്ന് എന്ന് നമുക്ക് മനസ്സിലാവുന്നേ. എന്നാ നമുക്ക് മനസ്സിലാകുന്നത് അതിന് നമ്മൾ ഗുരുവിന്റെ കൃതികളിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. സത്യം, ധർമ്മം, ദയ, ശാന്തി നമുക്ക് പറഞ്ഞു തന്ന ഗുരു. അതുപോലെ തന്നെ ഗുരു സദാചാരം എന്ന കൃതിയിൽ ഇത് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ സത്യധർമ്മങ്ങൾ വെടിഞ്ഞ് ജീവിക്കരുത് എന്നുള്ളത് ഭഗവാന്റെ ഏറ്റവും വലിയ ദർശനം തന്നെയാണ്. പിന്നെ തൃശ്ശൂർ കാരമുക്കിൽ നമുക്കറിയാലോ, അവിടുത്തെ പട്ടിണി പാവങ്ങളാ ജനങ്ങള്. ഒരു നേരം വിശപ്പടക്കാൻ പണിയെടുത്തില്ലെങ്കിൽ പട്ടിണിയാവുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാ. കൃഷിക്കാരുണ്ട്, അതുപോലെ മത്സ്യത്തൊഴിലാളികളുണ്ട്, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഗുരു പ്രതിഷ്ഠിച്ചു കൊടുത്ത എന്താണെന്നറിയോ? എന്താ മുരിക്കുമ്പോഴേ പ്രതിഷ്ഠിച്ചത്? ആ കാരമുക്കിൽ പ്രതിഷ്ഠിച്ചത് തൃശ്ശൂര് വിളക്ക പ്രതിഷ്ഠിച്ച്, വെളിച്ചം. കൂട്ടിച്ചേർത്ത് വായിക്കണ്ടേത് അക്ഷരജ്ഞാനമുള്ളവർ, അക്ഷരം എഴുതാനും വായിക്കാനും എങ്കിലുമുള്ള ഒരു അറിവുള്ളവർക്ക് അല്പം ഗുരുഭക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായും ഗുരുവിന്റെ ദർശനം നമുക്ക് മനസ്സിലാവും. ഒരു വേദാന്തവും പഠിക്കണ്ട, ഗുരുവിനോടുള്ള ഭക്തി മാത്രം മതി. ഭഗവാനെ അവിടത്തെ അറിയാനല്ലെങ്കിൽ എനിക്ക് എന്തിനായി മനുഷ്യ ജീവിതം തന്നത് എന്നൊന്ന് ചോദിച്ചാൽ മതി. ആ മഹത്തായ അറിവ് അറിയാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ ഭഗവാനെ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് ജ്ഞാനമാണ് ചോദിക്കേണ്ടത്, അറിവാണ് ചോദിക്കേണ്ടത്. അല്ലാതെ അതിനപ്പുറം ഒന്നും തരാൻ ആർക്കും ആവില്ല. കാരണം ഈ ശരീരം വന്നിരിക്കുന്നത് ജന്മാന്തരങ്ങൾ ചെയ്ത പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമാണ്. നൂറ്റാണ്ടുകളോളം ഇരുട്ടാർന്ന് കിടന്നിരുന്ന ഗുഹയിലേക്ക് ഒരു വിളക്ക് വെച്ചാൽ മാത്രം മതിയാവും ഇരുട്ടു പോകാൻ. അതുപോലെ അജ്ഞതയിൽ ആണ്ടുകിടന്ന ഒരു ജനസമൂഹം, ഈശ്വരൻ എന്തെന്നും വെളിച്ചം എന്തെന്നും അറിയാതെ ജീവിച്ച മനുഷ്യര് ജ്ഞാനത്തിന്റെ ഒരു കണിക അവിടെ നിന്ന് കൊളുത്തി വെച്ച് തന്നാലുണ്ടല്ലോ, നമ്മുടെ ജീവിതം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവില്ല പോകുന്നത്. ഇരുട്ടല്ലേ നമ്മളെ എന്ന് ചോദിക്കുന്നേ? മക്കൾക്ക് വേണ്ടത് വേണം, ഭർത്താവിന് വേണ്ടത് വേണം, കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ വേണം. ഇതൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഈ മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കാൻ, അല്ലെ, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം, എന്റെ ലോകജിജ്ഞാസം കഷ്ടപ്പാട് കൂടാതെ കടന്നുപോയാൽ മതി. 10 തലമുറയ്ക്കൊന്നും സമ്പാദിച്ച് വെക്കണ്ട.
ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കാനുള്ള എന്തെങ്കിലും പണിയെടുത്തിട്ട് വേണം ഈ ശരീരം മറയാൻ. അതല്ലാതെ മറഞ്ഞാൽ വലിയ നഷ്ടമാണ്. മനുഷ്യജന്മം കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഭൂതാനം പറയുന്ന പോലെ എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാൽ, അല്ലെ? എന്നിട്ടൊരു മൃഗത്തെ പോലെ, ഒരു പക്ഷിയെ പോലെ, ഒരു ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിനെ പോലെയൊക്കെ മുണ്ടുമുറങ്ങിയും വംശവർദ്ധനവും നടത്തിയെന്ന് കടന്നുപോയാൽ മതിയോ? ഒരു സദ്ഗുരുവിനെ കുലത്തിൽ കിട്ടിയിട്ട് ചിന്തിക്കേണ്ടി നാം, ചിന്തിച്ച് തന്നെ കടന്നു പോകേണ്ടതുണ്ട് നാം. അപ്പോ ഗുരു നമുക്ക് കാരുണ്യത്തിന്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാഗുരു എന്തിനാണ് അവിടുന്ന് അരുവിപ്പുറത്ത് മരുത്വമലയിലെ തപസ്സിൽ നിന്ന് ഈ ലോകത്തിന്റെ ദുഃഖ ദുരിതങ്ങളിലേക്ക് ഗുരു ഇറങ്ങി വന്നത്? അവിടുത്തെ കരുണയല്ലേ, അൻപല്ലേ? കാരുണ്യത്തിന്റെ ദിവ്യരൂപമാണ് ഗുരു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിരവധി ഋഷീശ്വരന്മാരും സന്യാസിമാരും ഉണ്ടായിട്ടുണ്ട്. അവർ ഏകാന്തമായ വനാന്തരങ്ങളിലും ഗുഹകളിലൊക്കെ തപസ്സനുഷ്ഠിച്ചിട്ട് ആ തപസ്സിന്റെ അവസാനം അവരുടെ സ്വേച്ഛയ ആ ശരീരം അവിടെ വെടിഞ്ഞ് ബ്രഹ്മനിർലീനനാകെ പോവുകയാ പതിവ്. അതാണ് ചരിത്രം. ലോകത്തിലൊരു ചരിത്രം തിരുത്തി എഴുതുകയാണ് ഗുരു. അതായത് പരമാത്മ സത്യത്തിൽ വിലീനമായിരുന്നിട്ട് ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്നു തന്നെ എന്ന് അനുഭവിച്ചിട്ട് ആ അനുഭവത്തിന്റെ ഒരു സാനുഭൂതിയിൽ ഇങ്ങനെ ആനന്ദത്തിൽ ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ഗുരു പിന്നെ ഈ സംസാരത്തിന്റെ ക്ലേശത്തിലേക്ക് ഇറങ്ങി വന്നത്? ചിന്തിക്കണ്ടേ നാം? ലോകസംഗ്രഹ പ്രവർത്തനത്തിന് ഇറങ്ങി നടന്നപ്പോൾ അവിടുന്ന് ഒത്തിരി മുഖങ്ങൾ കണ്ടിരുന്നു. ഒന്ന് കുളിക്കാൻ പോലും അറിയാത്ത, പാമ്പിനും പട്ടിക്കും പോലും നടന്നു നീങ്ങാവുന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നത് ഓടിയും ഒളിച്ചുമാണ് ഒന്ന് നടന്നു നീങ്ങുന്നത്. എത്രയോ ദയനീയമായ അവസ്ഥ. ഇത് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നും അല്ല കേട്ടോ, ഒരു 1.5 നൂറ്റാണ്ടിന് മുൻപ്. നമ്മുടെ 2 തലമുറയ്ക്ക് അപ്പുറത്തുള്ള കാരണവന്മാര് അനുഭവിച്ച വേദനകളാണിത്, അല്ലെ? വിദ്യാലയത്തിൽ പോകാൻ, വിദ്യ നേടാൻ അവകാശമില്ലാതെ, കുളിക്കാൻ അറിയാതെ, അല്ലെ, യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാതെ വേദനിക്കുന്ന, ആത്മീയമായ അറിവ് പോയിട്ട് ഭൗതിക വിദ്യയുടെ അക്ഷരജ്ഞാനം പോലും ഇല്ലാതിരുന്ന ഒരു ജനസമുദായത്തിന്റെ മുഖം അവിടുത്തെ മനോമുകുരത്തിലേക്ക് ഓടി വന്നിരിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ അവിടുന്ന് പിന്നെയാട്ടേ എന്ന് പറഞ്ഞിറങ്ങിയത്. ബ്രഹ്മവിത്തിൽ നിന്ന് ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരീയൻ, ബ്രഹ്മവിദ് വരിഷ്ഠനിലേക്ക് അങ്ങ് ഗുരുവിന് യാത്ര ചെയ്യാം. മരുത്വമലയിൽ നമ്മൾ എല്ലാവരും പോയിട്ടുള്ളവരാണ്. അവിടെ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ട് ഗുരുവിന് ജീവിക്കാൻ. അരുവിയില് വെള്ളമുണ്ട്, കായ്കനികളുണ്ടായിരുന്നു, ഫലവർഗങ്ങളുണ്ട്. കട്ടുകൊടിയുടെ ആ ഇല ചതച്ച് പാറപ്പുറത്ത് ഒഴിക്കുമ്പോൾ അതൊരു വലിയ ഒരു ആഹാര പദാർത്ഥമായി മാറുമായിരുന്നു. അത് വളരെ പോഷകമുള്ള ആഹാര പദാർത്ഥമാണ്. അതെല്ലാം കഴിച്ച് ആ വിജനമായ ആ ഗുഹയിൽ ഗുരുവിന് മഹാസമാധി അടയാമായിരുന്നില്ലേ? എങ്ങനെയാ 5 വർഷം ഗുരുവിന്റെ നിറ യൗവനത്തിൽ 32 വയസ്സിൽ കാലഘട്ടത്തിൽ 5 വർഷം വരെ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം നമുക്ക് ആ വിജനമായ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ പറ്റും? എങ്ങനെയാ അവിടെ ഇരുന്നത്? എങ്ങനെയാണ് ഹിംസ്ര ജന്തുക്കൾ വൈരം വെടിഞ്ഞുകൊണ്ട് ഗുരുവിന്റെ കൂട്ടുകാരായത്? നടരാജഗുരു ഇതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞു കീടം മുതൽ ഒരു ഉറുമ്പ് വരെയുള്ള ജീവി, ഒരു മഹാപുരുഷൻ അഹിംസ ജീവിതവ്രതമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു ജീവികൾ പോലും ആ മഹാപുരുഷനോട് അനുകമ്പയോടുകൂടി പെരുമാറും അത്രേ. നമുക്കിപ്പോഴും കഥ കേൾക്കുമ്പോൾ വിശ്വാസമില്ല, അല്ലെ? പാമ്പും പുലിയൊക്കെ വെറുതെ പറയുന്നതായിരിക്കും, അല്ലെ? വെറുതെ പറയുന്നതായിരിക്കും പാമ്പും പുലിയൊക്കെ ഇരുന്നെന്ന്. പക്ഷെ നമ്മൾ അറിയണം, നടരാജ
ബഹുമാന്യരെ, നമ്മുടെ 42ാമത് ശ്രീനാരായണ കൺവെൻഷൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവറുകളായിരുന്നു. ഇന്നലെ നമ്മളത് പറഞ്ഞതാണ്. അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ 42 കൺവെൻഷനിലും ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ ഒറ്റ പേരെ നമുക്കെല്ലാം പറയാനുള്ളൂ. ആരായിരിക്കും? ഉമ്മൻചാണ്ടി അവറുകൾ. ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ശ്രീനാരായണ കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത അദ്ദേഹം. ആ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന, കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഇത്രയും ഊർജ്ജസ്വലമായി കേരളമെമ്പാട് സഞ്ചരിച്ചുകൊണ്ട് യുവജനങ്ങളെയും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന യുവ ശബ്ദം, കേരളത്തിന്റെ യുവശബ്ദം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ വാകത്താനത്തിന്റെ അഭിമാനവുമായ ശ്രീമാൻ ജോഷി പിൽപ്പ അവറുകൾ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം ഇന്നലെ നടത്താൻ പറ്റാഞ്ഞെങ്കിൽ പോലും ഇന്ന് നമ്മളിൽ ഇവിടെ എത്തി അനുഗ്രഹിക്കുന്ന ചാണ്ടി ഉമ്മൻ അവറുകളെ 2 വാക്ക് സംസാരിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ആദരണീയമായ ഈ പരിപാടി അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് പരമേശ്വരൻ അവർ, പ്രിയപ്പെട്ട ശ്രീ PK മുരളി അവർ, പ്രിയപ്പെട്ട ജോഷി പിൽപ്പ അവർ, പ്രിയപ്പെട്ട ലതാകുമാരി സരിമോൻ അവർ, ആദരണീയായ മുഖ്യ പ്രഭാഷക സുരേഖ ടീച്ചർ പുത്തോട്ട, ശ്രീ KP രാജൻ അവർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ വരാൻ പറ്റാത്തൊരു സാഹചര്യം, വലിയ ഒരു എന്താ പറയുക വിഷമം എനിക്കും ഉണ്ടായി. ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടാൻ ഡോക്ടറിന്റെ അനുമതിയോട് വിളിച്ച് പുറത്ത് ചാടിയതാണ്. വീണ്ടും തിരിച്ച് കയറേണ്ടി വരും എന്നുള്ള അനുമതി പറഞ്ഞാണ് ഞാൻ അവിടെ ചാടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് ആവുമെന്ന് അറിയാമല്ലോ, പെട്ടെന്ന് റെസ്റ്റൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ ആ സമയത്തോട് റെസ്റ്റെങ്കിലും കിട്ടുന്നത് ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അതിയായ സന്തോഷം. ഗുരുദേവന്റെ 42ാം കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ഈ നാടിന് അനുഗ്രഹമാണ് ഈ കൺവെൻഷൻ എന്നുള്ള കാര്യം സംശയമില്ല. മാത്രമല്ല, ഈശ്വര വിശ്വാസികളെ ആർക്കും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവര് എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനാണെങ്കിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാനാണെങ്കിലും അതൊക്കെ നമ്മുടെ ആഗ്രഹം പോലെ ദൈവം ചെയ്തു തരും, നമുക്ക് നല്ലതെല്ലാം ചെയ്തു തരും എന്നുള്ള വിശ്വാസമാണെങ്കിൽ ഗുരുദേവന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ, എന്റെ അനുഭവം കൂടിയാണ് 2 വർഷത്തെ അനുഭവം പറഞ്ഞാൽ ഗുരുദേവന്റെ കാര്യം എന്ത് ചെയ്യാൻ പോയാലും അതൊക്കെ നടക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ഗുരുദേവന്റെ കൂടി അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഏറ്റവും അവസാനം ഞങ്ങള് ദലൈലാമയെ ഈ 13-ന് കാണാൻ പറ്റി. അത് 12-ാം തീയതി ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും പെട്ടെന്ന് അനുമതി കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, 13-ാം തീയതി കാണണം. മാർപ്പാപ്പയെ കണ്ടത് ഓഗസ്റ്റ് 13-നാണെങ്കിൽ ദലൈലാമയെ കാണുന്നത് 13-നായിരിക്കും. അതായിരിക്കും ഗുരുദേവൻ നമ്മൾ ഒരു ദിവസം കൂടെ കണ്ട് ഈ ബുദ്ധിസ്റ്റുകളുടെ ആചാരങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞ ഒരു ദിവസം അവിടെ താമസിച്ച്, കർണാടകത്തിൽ താമസിച്ച് അടുത്ത ദിവസം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ സർവ്വസമ്മേളനത്തിന്റെ ഒരു ക്ഷണം കൊടുക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത്. വലിയ ഒരു സന്തോഷം നൽകുന്ന സാഹചര്യം. കാരണം 2 വർഷക്കാലത്തിലേറെ ഗുരുദേവന്റെ പേരിലുള്ള സർവ്വസമ്മേളനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടത്തുവാനും അതിൽ പങ്കാളിയാകുവാനും വിവിധ രാജ്യങ്ങളിൽ പോകുവാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒത്തിരി എക്സ്പീരിയൻസും ഒത്തിരി അനുഭവങ്ങളും കിട്ടി. തീർച്ചയായിട്ടും നിങ്ങൾ സത്യസന്ധമായി നടത്തുന്ന പ്രാർത്ഥന, ആത്മാർത്ഥമായി നടത്തുന്ന പ്രാർത്ഥന ഒന്നും മറുപടി കിട്ടാതെ പോകുന്നില്ല. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് അനുഭവം കാണും. ഈ ഒരു കൺവെൻഷൻ ഈ നാടിന് അനുഗ്രഹമാകട്ടെ, നിങ്ങൾക്ക് വ്യക്തിപരമായി അനുഗ്രഹമാകട്ടെ. ഗുരുദേവന്റെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യം പോലും പാഴായി പോകത്തില്ല. അത് നന്മയായി, ഇരട്ടിയായി നന്മയായി തീരും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ റഷ്യയിൽ സർവ്വസമ്മേളനവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അതിനുശേഷം കിട്ടിയ ഒരു ഇൻവിറ്റേഷനുമാണ് ബ്രിക്സിൽ പോകാൻ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന സമ്മിറ്റിന്റെ പരിപാടിയിൽ ബ്രസീലിൽ പോകാൻ അവസരം ലഭിച്ചത്. അവിടെയും ഗുരുദേവന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാവുകയുണ്ടായി. കാരണം എനിക്കൊരു അവസരം
കിട്ടുവാനുള്ള കാരണം ഗുരുദേവന്റെ പേരിൽ ഞാൻ റഷ്യയിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ബ്രസീൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു. അന്ന് ആയുർവേദത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുകയും ആയുർവേദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും ഇന്ത്യയിൽ വെച്ച് കുമരകത്ത് നമ്മുടെ നാട്ടിൽ വെച്ച് ഒരു പരിപാടി നടത്തണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. അവരെ അംഗീകരിച്ചു. ഈ നവംബർ 2026 നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കോട്ടയത്ത്, നമ്മുടെ കുമരകത്ത് ബ്രിക്സിന്റെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രിവെന്റീവ് മെഡിസിന്റെ കൺവെൻഷൻ ആദ്യമായി അവരുടെ ചരിത്രത്തിൽ തന്നെ നടക്കാൻ പോകുന്നു. അത് കേരളത്തിലാണ്. അത് ഗുരുദേവന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടിനും ആയുർവേദത്തിനൊക്കെ ഗുണകരമായി തീരും. ലോക ശ്രദ്ധ തീർച്ചയായിട്ടും നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. ആയുർവേദത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് എനിക്ക് ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം. അത് നമ്മളതിനെ മനസ്സിലാക്കണം. അത് ലോകം മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഈ കൺവെൻഷനിലൂടെ നടക്കുന്നത്. അതും ഗുരുദേവന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ സർവ സമ്മേളനമായി വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും ഈ നവംബർ 26 നമ്മുടെ കുമരകത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. അതിനും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുദേവൻ നിങ്ങളെ വഴി നടത്തട്ടെ. നമുക്ക് സ്നേഹവും കരുതലും കരുണയും ഒക്കെ പകരുന്നത് ഗുരുദേവന്റെ വലിയ സ്നേഹമാണ്. നമ്മളെയൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടല്ല, എന്നെ വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിനൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മരുത്തോമലയിൽ നിന്ന് ഗുരു എന്തിനാ ഇറങ്ങി വന്നത്? മരുത്തോമലയിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന കിട്ടിയത്, അല്ലേ? അതുപോലെ തന്നെ ഗുരു നമുക്ക് തന്ന ക്ഷേത്രങ്ങൾ, നമുക്കെല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം നൽകി എത്രയെത്ര ഈ കേരളത്തെ ഇന്ന് കാണുന്ന ആ മഹാവെളിച്ചമാക്കി മാറ്റിയത് ഗുരുവിന്റെ കാരുണ്യമാണ്. അപ്പോ അവിടെ സംശയമുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഗുരു ഇരുന്ന സമയത്ത് പാമ്പ് ഗുരുവിന്റെ ശരീരത്തു കൂടി പോയിട്ടുണ്ടോ, പുലി വന്നു പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിന്റെ ഉത്തരം നടരാജഗുരുവിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം. നടരാജഗുരു പറയാണ്, സ്വാമികൾക്ക് അന്യജീവികളെ സ്വന്തം വശത്താക്കുന്ന ഒരു ആകർഷണീയത സ്വാമികളിൽ പരിവേഷം ചെയ്തു നിന്നിരുന്നു. ഇത് കണ്ടനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു മഹാപുരുഷൻ, അഹിംസ ജീവിതവ്രതമാക്കിയിട്ടുള്ള ഒരു മഹാത്മാവ് ഒരു ചെറുജീവി മുതൽ മഹത്തായ ഏറ്റവും ഉന്നതമായ ജീവികളോട് കരുണയുള്ളവനായി മാറുമ്പോൾ പ്രകൃതി അത് മനസ്സിലാക്കുകയും ആ മഹാനുഭാവന്റെ മനസ്സിനനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പുലിയുടെ വൈരമൊക്കെ മാറി ഗുരുവിന്റെ അടുത്ത് സോദര ഭാവേന നിൽക്കുന്നതും, അതുപോലെ തന്നെ ആ പാമ്പിന്റെയും പുലിയുടെയൊക്കെ വൈരം മാറുന്നത് അവിടെ ആ തമോ പ്രകൃതി മാറിക്കൊണ്ട് സാത്വിക പ്രകൃതിയിലേക്ക് സ്വയം അവർ പരിണമിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഗുരുവിന്റെ മഹത്വത്തെ കുറിച്ച് അറിയേണ്ടത്. അങ്ങനെ ഗുരു മലയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു സംശയം പറയാം. നമ്മളെപ്പോഴും നമ്മളുടെ പൂജാമുറിയിൽ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും, ഞാൻ പലയിടങ്ങളിലും പ്രഭാഷണങ്ങളിലൊക്കെ പോകുന്നതിന്റെ ഭാഗമായി ചില വീടുകളിലൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാറുണ്ട് ഇത്തിരി സമയത്ത്. അപ്പൊ ഞാൻ അവരുടെ പൂജാമുറിയും അവരുടെ ആരാധനാ സൗകര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കാറുണ്ട്. ഗുരു എത്രത്തോളം ഓരോരുത്തരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കാറുമുണ്ട്. ചിലപ്പോഴൊക്കെ വളരെ വേദനയും തോന്നാറുണ്ട് ചിലടത്ത് ചെല്ലുമ്പോൾ. അവിടെ ചിലപ്പോ കാണാം പൂജാമുറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഭാഗവത ഇരിപ്പുണ്ടാവാം, രാമായണം ഉണ്ടാവാം, ഭഗവത്ഗീത ഉണ്ടാവാം, നാരായണീയം ഉണ്ടാകാം, ലളിതാ സഹസ്രനാമം ഒക്കെ ഉണ്ടാകാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നോട് ഉറക്കെ ഒന്നും ഉത്തരം പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഗ്രന്ഥങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾ ഗുരുവിന്റെ 64ഓളം കൃതികൾക്ക് കൊടുത്തിട്ടുണ്ടോ? രാമായണം തൊട്ട് വന്ദിക്കുന്നത് പോലെ, നാരായണീയം തൊട്ട് വന്ദിക്കുന്നത് പോലെ, ഭഗവത്ഗീതയെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ഈ 64ഓളം കൃതികളെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല എങ്കിൽ നാം ഗുരുവിനെ അറിഞ്ഞിട്ടില്ല.
നമ്മുടെ മുമ്പിൽ നിന്ന് ഈ ഗ്രന്ഥങ്ങളെല്ലാം പതുക്കെ പതുക്കെ മാഞ്ഞു മറിയും. എന്നിട്ട് വേദത്തിന്റെ തത്വം ഉള്ളടങ്ങിയ, ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഈ കൃതികളുടെയൊക്കെ സാരമടങ്ങിയ 64ഓളം കൃതികൾ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ തത്വത്തെ കൂടി കനിഞ്ഞോതിയത്. അത് പഠിച്ചാൽ മതി, മറ്റൊന്നും നമ്മൾ തേടി അലയേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം അടിത്തറ അല്ലെങ്കിൽ അതിലുള്ള കാതലായ ആശയം ഗുരു 64 കൃതികളിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി മരുത്വാമലയിൽ നിന്ന് ഗുരു അരുവിപ്പുറത്തേക്ക് അവതരിച്ചു. എന്താ പറയുക, ആത്മദർശനത്തിൽ നിന്നും വിശ്വദർശനത്തിലേക്ക് ഗുരു ഇറങ്ങി വന്നു. അപ്പൊ മുതലാണല്ലോ നമുക്ക് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന SNDP യോഗം മുതല്, ക്ഷേത്രങ്ങൾ മുതല്, അരുവിപ്പുറം മഠം മുതല്, ശിവഗിരി മുതല്, അതുപോലെ തന്നെ ആലുവ മുതല്, സർവ്വവിദ്യാലയങ്ങൾ മുതൽ എല്ലാം ഉണ്ടായത് അങ്ങയുടെ ആ ഇറങ്ങി വരവിന് ശേഷം അല്ലേ? ഇത് വന്നില്ലായിരുന്നു എങ്കിൽ, ആ കാരുണ്യം നമ്മിലേക്ക് കവിഞ്ഞൊഴുകിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഇരിക്കാൻ ഇവിടെ ആളുണ്ടാവില്ലായിരുന്നു. ഇന്ന് ഇതുപോലൊരു സംഘം നമുക്ക് ഉണ്ടാകുമായിരുന്നു. ഇപ്പോ എല്ലാം അവിടുത്തെ അൻപ് തന്നെയാണ്, അനുകമ്പ തന്നെയാണ്. ഇനി ഭഗവത്ഗീത വീട്ടിൽ കയ്യിലുള്ളവരൊന്ന് കൈപൊക്കിയേ. ഭഗവത്ഗീത ആരുടെ കയ്യിലില്ല? ഗുരുദേവ കൃതി ഉള്ളവരൊന്ന് കൈപൊക്കിയേ. ഉണ്ടല്ലേ? അപ്പോ ഭഗവത്ഗീതയിൽ 16-ാമത്തെ ഒരു അധ്യായം ഉണ്ടല്ലോ, ദേവാസുര സമ്പദ് വിഭാഗ യോഗം എന്ന് പറയും. അതില് അർജുനനെ കൃഷ്ണൻ അത്ര ദൈവമാണെന്നൊന്നും അത്ര വലിയ ഉറപ്പുണ്ടായില്ല. തോടി കൈയിട്ടോടൊക്കെ നടക്കുകയല്ലേ. അപ്പോ അവസാനമാണ് മനസ്സിലാകുന്നത് ഇത് ഒരു സഖാവ് മാത്രമല്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, കൃഷ്ണൻ അർജുനോട് പറയാ, ദൈവപ്രകൃതിയാൽ അനുഗ്രഹീതരായവര്, അതായത് ദൈവമായി ഈ ലോകത്തേക്ക് വരുന്നവരുടെ ലക്ഷണം എന്തെന്ന് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞേ, ഇത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഭഗവത്ഗീത വായിക്കുന്നവർക്ക് ദൈവം ആരാണെന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത വാക്കിലൂടെ നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ അറിയണം. 16-ാം അധ്യായത്തിൽ 4 ശ്ലോകങ്ങൾ ആരാണ് ദൈവം എന്ന്, ഈ ദൈവത്തിന്റെ പ്രകൃതവുമായി ലോകത്തേക്ക് വന്നവരാരാണ്, ഏതൊക്കെ ലക്ഷണങ്ങൾ അവർക്ക് കാണുന്നത്. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായസ്തവ ആർജവം, അഹിംസ സത്യമക്രോധം, ത്യാഗശാന്തിരപൈശുനം, ദയാബോധേശ്വലോലുപ്ത്വം, മാർത്തവം ഹ്രീരചാപലം. ഇങ്ങനെ തുടങ്ങുന്ന 4 ശ്ലോകങ്ങൾ. ഒരു വരിയുടെ മാത്രം അർത്ഥം പറയാം. അഭയം, ഭയമില്ലാത്തവനായിരിക്കണം. മരുത്വാമലയിൽ ഇരുന്നപ്പോ ഭയം ഉണ്ടായിരുന്നോ? ദൈവം മാറുന്ന സാക്ഷാൽ ദൈവം തന്നെ പറയാ. നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന പൂജാ വിഗ്രഹങ്ങളുണ്ടല്ലോ, കൃഷ്ണ വിഗ്രഹം, ആ കൃഷ്ണൻ തന്നെ അർജുനോട് പറഞ്ഞു കൊടുക്കുക, ആരാണ് ദൈവം? ഭയമില്ലാത്തവനായിരിക്കണം. സത്വസംശുദ്ധി, ജീവിതശുദ്ധിയുള്ളവനാരോ അവൻ ഗുരുവാണ്. ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനത്തിൽ ഉറപ്പുള്ളവൻ. നാം ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞു ഗുരു, അല്ലെ? അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തന്ന ഗുരു. ഗുരുവിന്റെ ആത്മോപദേശ ശതകം വായിക്കുമ്പോൾ അറിവ് 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 അറിവെന്ന് പറഞ്ഞൊരു കൃതി തന്നെ ഗുരു 16 ശ്ലോകങ്ങളോടുകൂടി രചിച്ചു തന്നിട്ടുണ്ടല്ലേ. ഗുരുവിനെ നമ്മൾ അറിയണ്ടേ? അപ്പൊ പറയാണ്, ദാനം ചെയ്യുന്നവൻ എന്താ തരാത്ത? ഈ പറഞ്ഞതെല്ലാം ഗുരു ഓം ഭിക്ഷാന്ന വിഭക്ത്രേ നമ, കിട്ടിയതെല്ലാം നമുക്ക് വീതം വെച്ച് തന്നു. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ എവിടേക്കാ നമ്മൾ സഞ്ചരിക്കണത്? എല്ലാം ഗുരുവിന് ദാനമായി കിട്ടിയതാ, എല്ലാം നമ്മുടെയാണ്. അങ്ങയുടെ കൃതകപുത്രന്മാരായ നമുക്ക് തന്നു എല്ലാം, അല്ലെ? ദമം, ഇന്ദ്രിയജയം, യജ്ഞം, തപസ്, ഇതൊക്കെ ഇതുപോലെ കുറേ ഗുണങ്ങൾ 26 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഒത്തിണങ്ങിയ ശ്രീനാരായണ മഹാഗുരുവിനെ, ശ്രീനാരായണ ഗുരുവെന്ന പരമദൈവത്തെ നാം മനസ്സിലാക്കണം, അറിയണം. വടയമ്പാടിയിൽ ചെന്നപ്പോ വടയമ്പാടിലെ ശാഖാ പ്രസിഡന്റ് പിള്ളേരെ പണിയിൽ ചോദിച്ചു, ഗുരു ആരാ മക്കളെ യൂണിയൻ കൺവീനറാണ് ചോദിച്ചത്, ആരാ മക്കളെ? ദൈവം എന്ന് പറഞ്ഞപ്പോൾ മക്കൾക്ക്
എവിടെയോ ഒരു പരിപൂർണത വരാത്ത പോലെ. അപ്പോൾ ഈ മക്കളോട് ഓതിക്കൊടുക്കുന്നുണ്ട്, ഇനി ഒരു സംശയവും നമുക്ക് വേണ്ട. നമ്മൾ ആരാധന ചെയ്യുന്ന വിഗ്രഹങ്ങളെല്ലാം തന്നെ ഗുരുസ്വരൂപങ്ങൾക്ക് താഴെയാണെന്ന വലിയ അറിവ് നമുക്കുണ്ടാകണം. കാരണം വിഗ്രഹങ്ങൾക്കെല്ലാം ഗുണത്തിലിരിക്കുന്നവരാ, സത്വരജസ്തമോ ഗുണങ്ങളിലിരിക്കുന്നവരാ, സത്വഗുണത്തിലിരിക്കുന്നവരാ. ഗുരു ഗുണക്കടലും കടന്ന് പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച പരബ്രഹ്മ സ്വരൂപികൾ ഈ ഈശ്വര സങ്കല്പങ്ങൾക്കും ഒത്തിരി താഴെയാണ്. ഇത് നമുക്ക് അറിയണം. അപ്പൊ ഗുരുവിന്റെ ചിത്രം നമ്മുടെ മൂലക്കെട്ടൊക്കെ മാറ്റി വെക്കരുത്. കാരണം ഈ ഈശ്വരന്മാർ പോലും പ്രാർത്ഥിക്കുന്നത് ഈ ഗുരുസ്വരൂപത്തിൽ എത്താനാ. അപ്പൊ പിന്നെ വിഗ്രഹങ്ങൾ തേടി അലയണോ? ഞാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. കൃഷ്ണന് ഏറ്റവും മനോഹരമായ രൂപമുണ്ട്, അത് ആരാ വരച്ചേ? നമ്മൾ കാണുന്ന കാർവർണ്ണനെ മനോഹരമായി ശില്പികൾ വരച്ച് വെക്കും. നല്ല പാട്ടുകളൊക്കെ വെച്ച് നമ്മളെ ആകർഷിപ്പിക്കും. നമ്മളങ്ങ് ലയിച്ച് വീണു പോകും. ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ജഗദീശ്വരന് മനുഷ്യന്റെ രൂപമാണോ? അല്ലല്ലോ, അല്ല. അപ്പോൾ ആ ചിത്രം വരച്ചതൊരു ചിത്രകാരനാണെങ്കിൽ ആ ചിത്രകാരന്റെ ഭാവനയിൽ നിന്നുണ്ടായ ചിത്രമല്ലേ അത്? നമ്മൾ എത്ര അതിലേക്ക് ആകർഷിതരായി മാറിയിരിക്കുന്നു. അപ്പൊ നാമത്തിലും രൂപത്തിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഭ്രമിച്ച് പോകുമ്പോൾ യുഗങ്ങൾക്കപ്പുറമുള്ള ആരാധനയാണ് ഈ ദൈവങ്ങൾക്ക്. പക്ഷേ ഇവിടെ അധിക കാലമൊന്നും ആയിട്ടില്ല. പരബ്രഹ്മസ്വരൂപനായ ഒരു ഗുരുവിനെ കണ്ട കണ്ണുകൾ വരെ ഈ കഴിഞ്ഞ കാലത്ത് മറഞ്ഞിട്ടുണ്ട്. കണ്ട കണ്ണുകൾ വരെ, അല്ലേ? ഇപ്പൊ ഗുരു നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമസത്യമാണ്. ആ ഗുരുവിനെ ആരാധന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും യാതൊരു സംശയങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഗുരു മരുത്വാമനയിൽ നിന്ന് ഇറങ്ങിയിട്ട് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ ഗുരു നമുക്ക് പറഞ്ഞു തന്നു, അല്ലെ? തട്ടി പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർ. ആരാ ഇങ്ങനെ പറഞ്ഞു തരാൻ വരിക? എന്താ നമ്മുടെ ദീനം? ക്യാൻസർ ബാധിച്ചതാണോ? അല്ലെങ്കിൽ വേറെ BP വന്നതാണോ? ഷുഗർ വന്നതാണോ? ഇതാണ് നമ്മുടെ രോഗം? അല്ല കേട്ടോ. രോഗം എന്ന് പറഞ്ഞാൽ സത്യമറിയാതെ ജീവിച്ച് ജനമൃതികളിൽ പെട്ട് ജനിച്ചും മരിച്ചും എത്ര ജന്മങ്ങളായി. രക്ഷപ്പെടട്ടെ. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് അടുത്ത മനുഷ്യ ശരീരത്തിലേക്ക് നമ്മൾ ഒരിക്കലും ഈ മരണം കൊണ്ട് ഇതെല്ലാം തീരുമെന്ന് കരുതണ്ട. സത്യമറിയാതെ ഇവിടെ നിന്ന് പോയാൽ തീർച്ചയായും അടുത്ത ജന്മം ശരീരത്തിലേക്ക് ഏത് ശരീരത്തിലും വരും. അത് മനുഷ്യ ശരീരം തന്നെ ആകണമെന്നില്ല, അല്ലേ? അപ്പൊ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ സത്യമായതിനെ കേൾക്കണം, സത്യമായതിനെ അറിയണം. നിന്റെ മനസ്സിന്റെ വാസനാതലങ്ങൾക്കപ്പുറം പ്രകാശിക്കുന്ന അറിവിനെ അറിഞ്ഞ് ആ സ്വരൂപത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ കർമ്മവാസനകൾ പതുക്കെ കുറയും. ജന്മസാക്ഷാത്കാരം നമുക്ക് ഉണ്ടാവട്ടെ. ആ അറിവൊക്കെ നമ്മൾ നേടണ്ടേ. അതുകൊണ്ട് തുച്ഛമായ കാര്യങ്ങളല്ല ഈശ്വര സന്നിധിയിൽ പോയി ചോദിക്കേണ്ടത്. ഒന്നും മിണ്ടാതെ നിന്നാലും വേണ്ടില്ല, വേറെ ഒന്നും നമ്മൾ ചോദിക്കരുത്. കാരണം അറിവേ സ്വരൂപമായ ഒരു ഗുരുവിനോട് പോയി നമ്മൾ തുച്ഛമായ കാര്യങ്ങൾ ചോദിക്കേണ്ട. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ, അല്ലെ? ദുരിതമൊക്കെ അകറ്റണേ നീ. ഇത് കൈതൊഴുത്ത് നിന്നാ മതി. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ വരെ ഭഗവാൻ അറിയാം. നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദീനം പിടിച്ചും മധുരയത് കുടിച്ചും സത്യം അറിഞ്ഞെങ്കിലല്ലേ രക്ഷപ്പെടാനുള്ള വഴി തേടൂ. ജീവിതം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ, അതായത് പ്രാണൻ വിടുന്ന അവസാന നിമിഷം വരെ ഉണ്ടല്ലോ, സമ്പാദിച്ചു വെച്ചതിനെ കുറിച്ചും മക്കളെ കുറിച്ചോർത്തും ഭർത്താവിനെ കുറിച്ചോർത്തും കാറിനെ കുറിച്ചോർത്തും വീടിനെ കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖിച്ച പോണെ അവിടേക്ക് തന്നെ പിന്നെയും വരും. ആ ദുഃഖക്കടലിലേക്ക് തന്നെ പിന്നെയും പതിക്കും, അല്ലേ? നമ്മളെ സത്യം അറിയാതെ ജീവിക്കുന്നവർ അങ്ങനെയാ. നമ്മൾ ജീവിച്ച് ആദ്യമേ യൗവനം എത്തുമ്പോൾ നേരെ വിവാഹത്തിലേക്ക് കടക്കും. മക്കളായി, വീട് കെട്ടലായി, കാറ് വാങ്ങലായി, ഭൗതിക സുഖഭോഗങ്ങൾ നേടാൻ വേണ്ടി തിരക്ക് പിടിച്ച ഓട്ടം. ഈ ഓട്ടത്തിന്റെ ഇടയിൽ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കാനോ, താൻ എന്തിനോടുന്നു,
ഈ ഓട്ടത്തിന്റെ അവസാനം എന്താണ്? ഒരു പിടിച്ചാരം. എന്റെ അപ്പുറത്തിലുണ്ടോ? എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഈ ഓട്ടത്തിന്റെ അവസാനം ഒരു കുടുക്കയിലിട്ട് തരുന്ന എത്രയോ ഗ്രാം ചാരം, അതിനപ്പുറം വല്ലതും ഉണ്ടോ? ബുദ്ധി വേണ്ടേ? നമുക്ക് ചിന്തിക്കണം. അങ്ങനെ ഓടി 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 അവസാനം ശരീരം ക്ഷീണിക്കുന്നതും വൃദ്ധാവസ്ഥയിൽ എത്തുന്നത് പോലും അറിയുന്നില്ല. പിന്നീട് ഈ സ്നേഹിച്ചവരൊക്കെ വരുമാനം കുറയുമ്പോൾ പതുക്കെ മക്കൾ മാറുന്നു, ഭാര്യ മാറുന്നു, പതുക്കെ ഒറ്റപ്പെട്ടു പോകുന്നു. ഒന്ന് തിരിഞ്ഞു കിടക്കുന്നതിന് പോലും പരസഹായം വേണ്ടി വരുന്നു. അപ്പോഴും സമ്പാദിച്ചു വെച്ച സ്വത്തിനെ കുറിച്ചും മക്കളെ കുറിച്ചും ഓർത്തും വിലപിച്ച് ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനയക്കല്ല. ഗുരു പറഞ്ഞു തന്നു, ഇങ്ങനെയല്ലേ ആകൂല്ലേ നമ്മുടെ യാത്ര? അങ്ങനെ പോകാനാണോ ഗുരു പറഞ്ഞത്? പണം പെണ്ണിലും മണ്ണിലും ചെന്നു ആശ്വസിച്ച് ആത്മബോധം ഗുണം കെട്ടു ദുഃഖിച്ചു പോകാനയക്കല്ല. അഹം ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ടു വെട്ടൂരുമായ വിലാസം ക്ഷണം ക്ഷീണ ലോക പ്രപഞ്ച പ്രവാഹം നമസ്തേ ശിവാംബ സംസാരമാരാന്നിരിക്കരക്കേറുവാൻ തൃപ്പതത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലംബ കാരുണ്യരാശേ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ. ഒരു നാമം പോലും പഠിച്ചു വെച്ചിട്ടില്ല ചൊല്ലാൻ. പ്രാർത്ഥനാ മഞ്ജരി ഇല്ലാതെ പഠിച്ചേക്കുന്ന ആളുകൾ വളരെ കുറച്ചൊക്കെ ഉള്ളവരെന്ന് ചൊല്ലി. അവസാന സമയത്ത്, ഒറ്റപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്ന പ്രകാശമായ ഒരു ചൈതന്യം ഇരിപ്പുണ്ട്. അതിനെ ഒന്ന് ഭജിക്കാൻ ഒരു നാമം ചൊല്ലാൻ പോലും നമ്മൾ പഠിച്ചു വെച്ചില്ല ഈ മനുഷ്യ ജീവിതത്തിൽ. അതാണ് ഗുരു പറഞ്ഞത്. എന്താ? നാവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചു മേകുന്നതിനെഴുതിലൊന്നരുളിടണേ നീ. ജീവൻ വിടുമ്പോൾ അതിൽ നിന്നു തെളിഞ്ഞിടും പിൻ നാവിന്നു ഭൂഷണമിതെന്നി നമുക്കു വേണ്ട. ഒരച്ഛൻ സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ നിങ്ങൾ ജീവിതത്തിലെ എല്ലാം നേടിക്കോ, പക്ഷെ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ട കൂടി നിങ്ങൾ നേടണേ. സ്നേഹനിധിയായ ഒരു അച്ഛൻ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ എന്തെല്ലാം ഗുരു നമുക്ക് തന്നു. അദ്വൈത ദീപികയും ആത്മോപദേശ ശതകവും അറിവും ബ്രഹ്മവിദ്യ പഞ്ചകവും ഒക്കെ നിറച്ച് തന്നു പഠിക്കാൻ. അതൊക്കെ എന്താ പറയാ, പുതിയാതേനയായി പോലും നമ്മുടെ മുന്നിലിരിക്കട്ടെ. ഇതൊക്കെ പഠിച്ചു വരുമ്പോണ്ടല്ലോ നമ്മളിലുണ്ടാകുന്ന മാറ്റം എത്രയാണെന്നറിയോ? ഏത് ദുഃഖത്തിനും തരണം ചെയ്യാനുള്ള ചങ്കൂറ്റത്തോടെ നമ്മൾ വളർന്നു വരും. നമ്മൾ മാറും, നമ്മൾ മാറ്റ സംജാതമാകും. ഒരു സംശയം എവിടെയില്ല. അപ്പോ ഗുരുവിന്റെ കൃതികൾ നമുക്കെന്നും അനുഗ്രഹവർഷമായി നമ്മളിലേക്ക് ഉണ്ടാവണം. അതുകൊണ്ടാ ഗുരു പറഞ്ഞത് എന്താ? ജപിക്കാൻ നേരത്ത് നമ്മൾ വിരിച്ചിടുന്ന പായില്ലേ, അല്ലെങ്കിൽ ഒരു തുണിയില്ലേ, അത് മാത്ര ശരീരം. ജപിക്കാൻ നേരത്തെ വിരിച്ചിടുന്ന വസ്ത്രമാണ് ശരീരം. ഗുരു പറയാ, അപരമിതൊക്കെയും പരിചയിക്കും അതിങ്കലിരുന്ന് അപജയമായണഞ്ഞതിതു കണ്ടറി നീ മനമേ ജപപടമംഗമാമിതിലിരുന്ന് ജപിക്കുകിലെന്ന് ഉപരതി വന്നുപെടും അകതാരിലൊരിമ്പമത. അതായത് ഞാൻ അവിടെ ഇവിടേക്ക് പോയി നുണഞ്ഞൊക്കെ നോക്കി, പല കാഴ്ചകളും കണ്ടു നോക്കി. കാഴ്ചകൾ മറിയുമ്പോൾ വീണ്ടും ദുഃഖമാണ്. കണ്ട് കാണിന് കാഴ്ചയെ നഷ്ടപ്പെട്ടു. പല ശബ്ദങ്ങളും കേട്ടു നോക്കി, പക്ഷെ ഇതൊന്നും എനിക്ക് സുഖം തരുന്നതായിട്ട് ഒന്നുമില്ല. മറിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത് പോലും. പല രസങ്ങളും ഞാൻ രുചിച്ചു നോക്കി, ഈ രുചികളൊന്നും എനിക്കിപ്പോ എടുക്കാൻ പറ്റുന്നില്ല. പല സ്പർശങ്ങളും ഞാൻ സ്പർശിച്ചു നോക്കി, അവസാനം ദുഃഖമല്ലാതെ ഒന്നുമില്ല അതിൽ നിന്നെല്ലാം. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചുമൊക്കെ ഞാൻ അറിഞ്ഞതെല്ലാം സുഖമായിരുന്നില്ല, ദുഃഖം തന്നെയാണ് എന്നെനിക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ മനസ്സെ അപരമിതൊക്കെയും പരിചയിക്കും അതിങ്കലിരുന്ന് അപജയം. ഇതെല്ലാം വെറും പരാജയമാണെന്ന് എനിക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് ഗുരു പറയാ, ഈ ജപപടമായ ഈ വസ്ത്രമായ ഈ ശരീരത്തിലിരുന്ന് ജപിക്കൂ നീ, നിനക്ക് ഉപരതി വന്നുപെടും, ജീവിതത്തിന് സാക്ഷാത്കാരം വന്നുപെടും. അപ്പോ കലവും നാമസങ്കീർത്തനം, കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഗുരു നമുക്ക് നാമങ്ങൾ ധാരാളമായി രചിച്ചു തന്നിട്ടുള്ളത്.
അപ്പോൾ പ്രാർത്ഥന മനുഷ്യ മനസ്സുകളെ നിർമ്മലമാക്കും. ഇനി നമ്മൾ അറിയാത്ത ഒരു ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. അതായത്, നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് ദാർശനികമായതുകൊണ്ട് കേൾക്കാതിരിക്കരുത്. സൂത്രകാരനായ ഗുരുവിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? എന്താ സൂത്രകാരൻ? സൂത്രപ്പണി ചെയ്യുന്ന ഗുരുവാണോ? ഇത്തരത്തിലുള്ള കൺവെൻഷനുകളിലൂടെ അല്ലാതെ അത് എവിടെയാ പറയുക? സൂത്രകാരനായ ഗുരുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എനിക്കിതൊക്കെ ഇത്തിരി നേരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സുരേഷ് സാറിനോട് ഇതൊക്കെ ഒരു നിവേദനം പോലെ എനിക്ക് വെക്കാനുണ്ടായിരുന്നു. കാരണം ഗുരു നമുക്ക് അനുകമ്പാദശകത്തിൽ വെച്ച് തന്ന ഗുരുക്കന്മാരൊക്കെ ലോകാരാധ്യരാണ്. പക്ഷെ അവിടെയൊക്കെ ഈ എല്ലാ സ്വരൂപങ്ങളിലും നമ്മൾ ശ്രീനാരായണ ഗുരു എന്ന പരമകാരുണികനെ കാണണം. സരളമായ അദ്വൈതത്തിന് ഭാഷ്യം എഴുതിയ ശങ്കര ഭഗവത്പാദരെ ഗുരു പറഞ്ഞു തന്നപ്പോൾ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയ ശങ്കര ഭഗവത്പാദരെ പരിചയപ്പെടുത്തി തരുമ്പോൾ നമ്മൾ അറിഞ്ഞു, ഗുരു വേദത്തെ, ഭാരതത്തിന്റെ അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ അടിത്തറയായ വേദ ഉപനിഷത്തുക്കളിലെ തത്വത്തെ ആകമാനം എടുത്തുകൊണ്ട് 24 സൂത്രങ്ങളാക്കി വേദാന്ത സൂത്രം എന്ന കൃതി രചിച്ചു തന്നിട്ടുണ്ട്. വേദാന്ത സൂത്രം വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇനി വായിക്കണം കേട്ടോ, ഇത് പഠിക്കണം. ഒരു സൂത്രത്തിൽ അനേകം കൃതികൾ ഉള്ളടക്കി ഇക്വേഷൻസ് പഠിക്കുന്ന പോലെ ഉള്ളടക്കി അനേക ഉപനിഷത്തുക്കളെ ഗുരു ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം, അനുഗ്രഹം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഏകദേശം പകുതിയോളം വിചാരം ചെയ്ത് കഴിഞ്ഞു. കേരളത്തിന് പുറത്തുമുള്ള 100ഓളം ആളുകൾ അത് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നവർ അത് പകർന്നു കൊടുക്കുന്നുമുണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷം. നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം, സൂത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ആശയത്തെ ചെറുതായിട്ട് കരുതി വെക്കുക. അതാണ് പണ്ട് കാലത്ത് അച്ചടി കണ്ടുപിടിക്കാത്ത കാലത്ത് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അത് എഴുതി വെക്കാനുള്ള സമ്പ്രദായമൊന്നും ഇന്നത്തെ പോലെ ഇല്ല, അച്ചടി വിദ്യ ഇല്ല. അപ്പൊ ഗുരുക്കന്മാർ അത് സൂത്ര രൂപത്തിൽ ചെറിയ വാക്കുകളാക്കി കൊടുക്കും. അപ്പൊ പഠിച്ചവർക്ക് മാത്രമാണ് ആ സൂത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വ്യാസ മഹർഷി 2.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വ്യാസന് ശേഷം വേദാന്ത സൂത്രം ചമച്ച ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് പരിചയമില്ല. അല്പ സങ്കടം വരുന്നുണ്ട്. കാരണം നമ്മള് പ്രാർത്ഥിച്ചും പൂജിച്ചും മാത്രം ഗുരുവിനെ കടന്നു പോകുമ്പോൾ ഗുരുവിനെ പഠിക്കായി കൊണ്ടല്ലേ നമ്മളല്ലാതെ ആരത് പരിചയപ്പെടുത്തി കൊടുക്കും? കേരളത്തിലെ വേദാന്ത വിദ്യാർത്ഥികൾക്ക് വേദാന്ത സൂത്രം പഠന വിഷയമാകണം. വേദാന്ത സൂത്രത്തിന് ഭാഷ്യം എഴുതണം. അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാതെ എങ്ങനെയാ? എനിക്ക് ഇന്ന് ഇതെല്ലാം ഒന്ന് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു അതൊക്കെ. കാരണം വ്യാസൻ ബ്രഹ്മസൂത്രം എഴുതുന്നത് 555 സൂത്രങ്ങളെ കൊണ്ടാണ്. വേദത്തെ സൂത്രരൂപത്തിലാക്കി ചുരുക്കി അതിന് ആയിരക്കണക്കിന് പുടങ്ങൾ കൊണ്ട് ശങ്കര ഭഗവത്പാദർ ഭാഷ്യം ജപിച്ചു. പക്ഷെ അപ്പൊ ഭാഷ്യം ജപിച്ചപ്പോൾ ഓരോ ആളുകളും ഭാഷ്യം എഴുതിയപ്പോ അവരുടെ മതത്തെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഭാഷ്യം എഴുതി ആധ്യാത്മികതയെ വാദങ്ങൾ കൊണ്ടും പ്രതിവാദങ്ങൾ കൊണ്ടും മലീമസമാക്കിയ ഒരു കാലഘട്ടത്തിൽ, അച്ചടി കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ ഈ വേദതത്വത്തെ ഇങ്ങനെ ഭാഷ്യം ചമച്ച പലരും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ ആയിട്ട് ഇതിനെ മലീമസമാക്കിയപ്പോൾ ഗുരു ഒരു ഭാഷ്യരചനയ്ക്ക് പോയില്ല. കാരണം അക്കാലത്തും സമ്പ്രദായമുണ്ട്, ഒരാൾ ഗുരു എന്നറിയപ്പെടണമെങ്കിൽ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമക്കണം അത്രേ. പക്ഷെ ഗുരു ആ ഒരു വാദപ്രതിവാദങ്ങളുടെ ഇടയിലൊന്നും പെടാതെ സത്യദർശനത്തിന് മങ്ങലേറ്റ ആ കാലഘട്ടത്തിൽ, ചരിത്രത്തിന്റെ നിർണായകമായ കാലഘട്ടത്തിലാണ് ഗുരു വേദാന്ത സൂത്രം ചമച്ചുകൊണ്ട് സത്യദർശികളുടെ ആ വേദാധിഷ്ഠിതമായ സത്യത്തെ ഇന്നത്തെ ശാസ്ത്രയുഗത്തിന് അനുയോജ്യമായ രീതിയിൽ 24 സൂത്രങ്ങളായി ഗുരു തിരിച്ചു തന്നു. ഇനി അത് ചൊല്ലണം കേട്ടോ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി കിം തസ്യ ലക്ഷണം അസ്യ ജഗതി ഗണനയേതി
തജ്ജ്യോതിഃ തേനേദം പ്രജ്വലിതം. ഇത് ഓരോന്നും വിശദീകരിക്കുമ്പോഴേ ഗുരുവിന്റെ ആത്മോപദേശതകം, അറിവ്, ഗദ്യപ്രാർത്ഥന ഒക്കെ സൂത്രരൂപത്താക്കി തന്നേക്കോ. അത് ഞാൻ പറഞ്ഞത് കാലമേറെ കഴിയുമ്പോൾ 2.5 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം വ്യാസന് ശേഷം വേദാന്ത സൂത്രം രചിച്ച ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയണം. ഞാൻ ഓർക്കുന്നു, ഞാൻ BA വേദാന്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗുരുവിന്റെ ദർശനമാല കേരള സർവകലാശാലയിലെ സിലബസിൽ ഉണ്ടായിരുന്നു. ദർശനമാലയുടെ 10 അധ്യായങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്കാലത്ത്. പിന്നീടുള്ള ഇപ്പോഴത്തെ വിദ്യാർത്ഥികളിൽ ആ ഗുരുവിന്റെ കൃതികൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു കൃതികളൊക്കെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശുപാർശകൾ അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മൾ വെക്കേണ്ടതുണ്ട്. കാരണം ഇത് അമൂല്യമാണ്, അക്ഷയമാണ്, അമൃതമാണ്. 24 സൂത്രം പഠിച്ചാൽ മതി, 555 സൂത്രം പഠിക്കണ്ട. അതില് ഒരു പറയുന്നുണ്ട്, ഈശ്വരൻ എന്താണ്, ഈശ്വരന്റെ ലക്ഷണം എന്താ? തജ്ജ്യോതിഃ. ഈശ്വരൻ പ്രകാശമാണ്. വെറുതെ പറയുകയാണോ ഗുരു ചെയ്തത്? അനുഭവിച്ചിട്ടാ പറഞ്ഞേ. ഗുരു ഒന്നും വെറുതെ പറയുന്ന ഗുരുവല്ല. അനുഭവിച്ച് അതായി മാറിയതിനു ശേഷം ഗുരു പറഞ്ഞത് ഈശ്വരൻ പ്രകാശമാണെന്ന്. ഗുരു അനുഭവിച്ച ആ ശ്ലോകം ആത്മോപദേശത്തിൽ പറയാമോ? പ്രകാശമാണ് ഈശ്വരൻ എന്ന് ഗുരു ആ അനുഭവത്തെ പറഞ്ഞു എന്ന ശ്ലോകം അറിയാമോ? ഒരു 10,000 പറഞ്ഞേ, ഒരു 10,000 ആതിഥേയരങ്ങായി വരുവതുവ പോലെ വരും വിവേകവൃത്തി. അറിവിനെ മൂടും അനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. അവിടെ നിന്ന് അനുഭവിച്ച പ്രകാശത്തെ ചുരുക്കി തന്നേക്കുക. തജ്ജ്യോതിഃ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥയുണ്ട് ഭഗവത്ഗീതയില്. കൃഷ്ണനോടെ അർജുനൻ കൃഷ്ണൻ ദൈവമാണെന്നൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണന് വിശ്വരൂപം കൃഷ്ണന്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. കൃഷ്ണനെ ഒന്ന് തൊടുന്നുണ്ട് അല്ലേ? അപ്പൊ നോക്കുമ്പോൾ എങ്ങനെയാ കൃഷ്ണനെ കണ്ടത് എന്ന് അർജുനൻ പറയുന്നുണ്ട്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപരിത്യത യദി ഭാസദൃശീ സാസ്യ ഭാസസ്തസ്യ മഹാത്മനഃ. 1000 സൂര്യന്മാർ ആകാശത്ത് ഒന്നിച്ച് ഉദിച്ചുയർന്ന ആ ശോഭയാണ് ഞാൻ കൃഷ്ണനിൽ കണ്ടത് എന്ന് ഗുരു എന്താ പറഞ്ഞ? ഒരു ആത്മീയമായ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് എഴുതിയ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ കൃഷ്ണനെ അർജുനൻ എങ്ങനെ കണ്ടോ ആ അനുഭവം ഗുരു നമുക്ക് പറഞ്ഞു തന്നില്ലേ? അല്ലെ? ഒരു കോടി ദിവാകരത്തുയരും പടി പാലോട് നീരാലാദികളും കിടന്ന അനുഭവം അല്ലെ? അറിവകമെന്നത് 2 മേഘമാം, അറിവിനെ വിട്ടത് ഞാനുമില്ല, എന്നെ പിരിയുകയില്ല അറിവും പ്രകാശമാത്രം. ഇതൊക്കെ ഗുരുവിന്റെ അനുഭവമാണ്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൽ അണയും അതിങ്കല ശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. നമ്മള് ഗുരുവിന്റെ സിദ്ധിവിശേഷങ്ങളോ ഗുരുവിന്റെ അത്ഭുത കഥകളോ ഗുരുവിന്റെ ചരിത്ര സംഭവങ്ങളോ ഒന്നും പഠിച്ച് പറഞ്ഞു പോയാൽ നമ്മുടെ ഉള്ളിലേക്ക് ഗുരു എന്ന പ്രകാശം കയറില്ല. അല്പം നിങ്ങൾക്ക് വിരസമായാലും കേൾക്കണം, വീണ്ടും 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 കേൾക്കണം. കേട്ട് 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 ഗുരുവിന്റെ ദർശനം നമ്മുടെ ഉള്ളിൽ വെളിച്ചമാകണം. ഈ 34ാമത് പ്രതിഷ്ഠാ വാർഷികം എത്തുമ്പോൾ ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രകാശിക്കണം. ആ വെളിച്ചം 1000 തീജ്വാലകളായി കത്തിപ്പടരണം. ഗുരുവിനെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ നമ്മൾ സാർത്ഥകമാക്കണം. അതിനല്ലെങ്കിൽ നമുക്ക് ഈ ഗുരുവിനെ കിട്ടിയിട്ട് പ്രയോജനമുണ്ടോ?
ഉണ്ടോ? നമ്മൾ ചോദിച്ചു നോക്കണം. നമ്മോട് തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ ഗുരുമണ്ഡപത്തിൽ വന്നിരുന്ന് ഗുരുവിനോട് മനസ്സ് നോക്കി പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാനെ, അവിടുന്ന് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാകണേ, അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണേ ഗുരു എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അല്ലെ, ഇടണേ ഇരുകൺമുനയെന്നിലതിന് അടിയന്നഭിലാഷമുമാപതി. പ്രാർത്ഥിക്കണം നമുക്കല്ലേ. അത് ഒത്തിരി ഗുരു നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെയുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ കാരുണ്യം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്. വളരെ ചെറിയ ചെറിയ പ്രായത്തിലെ തന്നെ ആ കാരുണ്യം കവിഞ്ഞൊഴുകിയിരുന്നു അല്ലെ. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട പുലയക്കിടാവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന്, കളരിയിൽ പോകാൻ അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാണ് കൈപിടിച്ച് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത കാരുണ്യം. ചാത്തൻ പുലയന്റെ പുറം തേച്ച് കുളിപ്പിച്ച കാരുണ്യം. പുലയച്ചാളയിൽ തിളച്ചു തൂകിയ അരി ആ പാവങ്ങൾക്ക് പട്ടിണിയാകുമല്ലോ എന്ന് കരുതി ഇറക്കി വെച്ച കാരുണ്യം. എത്രയെത്ര തന്റെ മുന്നിലിരുന്ന് താൻ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തിരുന്ന പൂച്ചക്കുട്ടിക്ക് ആ ഉരുളയിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടി വെച്ചിട്ട് അടുത്തൊരു കുഞ്ഞുരുള 2 ഉരുള ഉരുട്ടി വെച്ചിട്ട് പറയുകയാണ്, ഇത് മച്ചിൻ മുകളിലെ കടലാസ് പെട്ടിയിൽ ഉറങ്ങുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക്. ആ പൂച്ചയെ മാത്രമല്ല, മച്ചിമുറത്ത് ഉറങ്ങുന്ന പൂച്ചക്കുഞ്ഞിനെ വരെ ഗുരുവിന്റെ കരുണയുടെ വലയത്തിൽ പെട്ടിരുന്നു അല്ലെ. അതുപോലെ ആ കളരിയിൽ നിന്ന് വളരെ 5 വയസ്സ് പ്രായത്തിലാണ് എഴുത്തു പള്ളിക്കൂടത്തിൽ നിന്ന് ഗുരു വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരു സന്യാസിയെ കൂട്ടുകാർ കല്ലെറിയുന്നത് കണ്ടപ്പോൾ ഗുരു കല്ലെറിയില്ലേ എറിയില്ലേ എന്ന് പറഞ്ഞ് ഗുരു ചെന്ന ആ സന്യാസിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ആ സന്യാസിയെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ആ ഗുരുവിനെ എടുത്തുകൊണ്ട്, കുഞ്ഞിനെ എടുത്തുകൊണ്ട്, കൊച്ചുനാളുവിനെ എടുത്തുകൊണ്ട് വീട്ടിലെത്തിയിട്ട് കുട്ടിയമ്മയോട് പറയുന്നൊരു വാക്കുണ്ട്, മഹാനായി വരും, സൂക്ഷിച്ചു വളർത്തണമെന്ന്. ഓർക്കണം, ഇന്ന് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാഗുരുവായി, മഹാസന്യാസിയായി അറിയപ്പെടുന്ന ഗുരുവിന്റെ ബാല്യകാലം പോലും എത്രയെത്ര കരുണാദ്രമായിരുന്നു. സഹോദരനെ ഇപ്പൊ പറഞ്ഞ പോലെ വിമല ത്യാഗമേ മഹാസന്യാസമേ സമതബോധത്തിൻ പരമഭാഗമേ. സന്യാസികളിൽ ഇങ്ങനെ ഇല്ലില്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ. ഭാവിയില് ഒരു സന്യാസിയാകാനുള്ള ഗുരുവിന്റെ ബാല്യം എത്ര 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 ദയാർദ്രമായിരുന്നു. അതുപോലെ മുനിചര്യ പഞ്ചകം പഠിക്കണം. മുനിയുടെ സ്വഭാവം എങ്ങനെയാന്ന് ഗുരു തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. നിർവൃതി പഞ്ചകം പഠിക്കണം. നിർവൃതി പഞ്ചകം എപ്പോഴാണ് എഴുതിയെന്നറിയോ? നിർവൃതി പഞ്ചകം എന്ന കൃതി 5 ശ്ലോകങ്ങളുള്ള മൊത്തമാണ് സമയമായി. നിർവൃതി പഞ്ചകം, ഗുരു എന്ന മുനീശ്വരൻ, ഗുരു എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന കൃതിയാണ് മുനിചര്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ആശ്രമം. ഇത് 3 വായിച്ചിട്ടുണ്ടോ? എന്തുണ്ടാത്ത പറയാനുള്ള മടിയാണോ? മുനിചര്യ പഞ്ചകം വായിക്കണം കേട്ടോ. ഗുരു ആരാണെന്ന് ഗുരു തന്നെ പറയുന്നത് അല്ലെ. ഭുജക്കിമുപദാനദംകിമുന കുംഭിനീ മഞ്ജദാം വ്രജേ വ്രജിനഹാരിണീ സ്വപദപാദിനീ മേദിനീ. മുനിയുടെ പാദം പതിഞ്ഞ മണ്ണേ പാപവിമുക്തമാകുന്നു. അപ്പൊ കോട്ടയത്തുകാര് പാപവിമുക്തമായവരാ. ഒരുപക്ഷെ ഗുരു ചവിട്ടിയ ആ പാദം പതിഞ്ഞു പോയതിന്റെ മീതെ എന്റെ കാല് ചവിട്ടല്ലേ ഭഗവാനെ എന്നായിരിക്കണം കോട്ടയത്ത് എത്തുമ്പോ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ. എവിടേക്ക് ഭഗവാന്റെ പാദം പതിഞ്ഞേക്കണം, അതിന്റെ മീതെ എന്റെ കാല് അറിയാതെ പോലും ചവിട്ടി പോകല്ലേ ഭഗവാനെ. ഇത് തന്നെ പറയുകയാണ്, മുനിയുടെ പാദം പതിഞ്ഞ മണ്ണ് പാപവിമുക്തമായിരിക്കുമെന്ന്. മുനിക്ക് ഈ ലോകത്ത് സമ്പത്ത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് ഗുരു തന്നെ പറയാം. കൃപയാണ് അവർ ഈ ലോകത്ത് പ്രവർത്തിച്ചത്. ലോകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഗുരു തന്നത്. തന്നാൽ കരേറ്റെണ്ടുന്നവരെത്ര പേര് താഴത്തു പാഴ്ചേറ്റിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്ക തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യമെന്ന് ചിന്തിച്ചെടുത്ത ഗുരു.
ആർക്കാ ഇങ്ങനെ കിട്ടുക അല്ലേ? ആർക്കാണ് ഇങ്ങനെ ഒരു ഗുരു കിട്ടുക? സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഗുരുവിനെ, എന്നത്തിൽ ഞാൻ കുമ്പിടുന്നേ. അപ്പോൾ ഏതായാലും എൻ്റെ വിഷയം തീരുന്നില്ല, നമ്മൾ കടന്നു പോവുകയുള്ളൂ. ഗുരുവിൻ്റെ കാരുണ്യം നമുക്ക് പറഞ്ഞാലും 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 തീരില്ല. ഈ കോട്ടയത്ത് ഇങ്ങനെ ഒരു സത്സംഗത്തിന് എത്താനും നിങ്ങളോട് സംസാരിക്കാനും വിശിഷ്ടരായ ഒത്തിരി വ്യക്തികളെ നേരിൽ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവസരം നൽകിയ ഈ ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളോടും എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ വാക്കുകൾ അത്രയും ഗുരുവിൻ്റെ തൃപാദ കമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുവോ തത്സത്. शिवगिरिशिखराग्रे दिव्यपद्मासनस्थं वरदमभयहस्तं पापविध्वंसपाद सुजननिकरसेव्यं चारुकारुण्यनेत्रम् कलिकलुषविनाशं नौमि नारायणाख्यम्.